Good morning. Good morning. Yes. കേൾക്കുന്നുണ്ടേ? സൗണ്ട് ക്ലിയർ ആണോ അല്ലേ? ശരി. Yes. You ready? Good morning. Good morning. Good morning. ഇത് Hi. ഇടയ്ക്കൊക്കെ നടക്കണല്ലോ. Good morning. Yes, good morning. Good morning. Yes, good morning. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? കുറേ ദിവസമായല്ലോ. അതാണ് ഞങ്ങളെന്ന് ഞാൻ ചോദിക്കണേ. നിങ്ങൾ ഞങ്ങളെന്നും ക്ലാസ്സുകാരല്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒക്കെ തകർത്ത് ക്ലാസ് ക്ലോസിംഗ് മെത്തേഡ് ഒക്കെ പഠിച്ചില്ലേ ഹരിദാസേട്ടാ ജുഹൈനെ എടുത്തപ്പോ? പിന്നെ കാണാപാടായിട്ടുണ്ടോ? സൂപ്പറായിരുന്നു. ഇതുവരെ പഠിച്ചതിനെക്കാട്ടൊക്കെ കൂടുതലായിട്ടല്ല. വെരി ഗുഡ്. ജുഹൈൻ എങ്ങനെ ഉണ്ടായിരുന്നു സെയിൽസിന്റെ ക്ലാസ്? ക്ലോസിംഗ് മെത്തേഡ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനെങ്ങനെ പറയാ അടുത്തത്? എന്നാലും നിനക്ക് എടുത്തപ്പോ എന്ത് തോന്നിയെന്ന് ചോദിച്ചത്? ഞാൻ സ്പീഡ് കൂടി നിക്ക് മനസ്സിലായി. സ്പീഡ് കൂടിയെന്നോ? എത്ര ക്ലോസിംഗ് മെത്തേഡ് എടുത്തു? ഞാൻ വീഡിയോ കാണാൻ പറ്റിയില്ല എനിക്ക്. 22 എടുത്തു. സാറ് പറഞ്ഞില്ല, ഞാൻ 22 എടുക്കണ്ടെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അരമണിക്കൂർ ഉണ്ടായി കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് 22 ക്ലോസിംഗ് മെത്തേഡ് എടുപ്പിച്ചോ? ഒന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടോ? അതേ പറഞ്ഞു സ്പീഡ്.
50 ഉണ്ടായിരുന്നു. ഒരു 50 അടുക്കായിരുന്നു. ഒരു അരമണിക്കൂർ കൂടി കിട്ടായിരുന്നെങ്കിൽ. ശരിയാണ്. അതെന്തേ മുനീർ ഭായി അരമണിക്കൂർ കൊടുക്കാനാവും? ഞാൻ സനീഷ് ഉണ്ട് വെച്ചിട്ട് ഏത് നിർത്തിയത്. അപ്പൊ സനീഷ് സനീഷ് ഒന്നുമില്ലായിരുന്നില്ലല്ലോ. അന്നില്ലായിരുന്നു. മറ്റേ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോസിംഗ് മെത്തേഡ് ഏതാണ്? നമുക്ക് സിന്ധുരതോട് ചോദിക്കാം. സിന്ധുരത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ജുഹൈൻ എടുത്ത ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോസിംഗ് മെത്തേഡ് ഏതാണ്? സിന്ധുരതയ്ക്ക് വല്ല ഓർമ്മ ഉണ്ടോ? അത്ര വലിയ അരമണിക്കൂർ കൊണ്ടൊക്കെ ഒരു എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഓർമ്മക്കണേ ഞാൻ? ഓക്കെ, സോ തുടങ്ങാം. എന്താണ് പരിപാടികള് ഹരിദാസ് ചേട്ടാ? Okay. ബാക്ക് ടു ബേസിക്സ്. വീണ്ടും തിരിച്ച് ബേസിക്സിലേക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിവേര് തോണ്ടി നോക്കണം. അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മുകളിലേക്ക് വളരാൻ പറ്റുള്ളൂ. ശരി, എന്നാ അങ്ങനെ അടിവേരൊന്ന് തോണ്ടി നോക്കാന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് വീണ്ടും നമ്മൾ ബേസിക് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നത്. ഓക്കെ, യെസ്. ജുഹൈന, പഴയ കാലം ഓർമ്മയുണ്ടോ? ബിസിനസ് തുടങ്ങിയ കാലം? ഓർമ്മയുണ്ട്. ഓക്കെ, ഓർമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? തുടങ്ങിയ കാലം എന്തായിരുന്നു? തുടങ്ങിയ കാലത്ത് ഒന്നും അറിയാതെ തുടങ്ങി. ഒന്നും അറിയാതെ. ഇപ്പൊ എന്താ അറിയാം? കൊറേയൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയാം. എങ്ങനെ വില ഇടണം എന്നറിയാം. ആദ്യം വില ഇടാനും കൂടി അറിയുന്നത് ഞാനെന്തൊരു സുമാറ് വിലയിരുന്നു ചെയ്യുന്നത്. മെച്ചപ്പെട്ടു. ഇപ്പൊ എങ്ങനെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കി അതിനുള്ള അക്കൗണ്ടൊക്കെ. മറ്റേത് ഞാൻ അതൊന്നും നോക്കൂല. എങ്ങനെ എന്താ ചെലവായത് എന്താ കിട്ടിയെന്ന് ഒന്നും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ തന്നെ. ഇവിടെ വന്നിരിക്കുന്ന പുതിയതായിട്ടുള്ള പഴയതായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ ശ്രദ്ധ കൂടും. എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തരാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ജുഹൈന, ഹരിദാസെ, സിന്ധുലത എന്നൊക്കെ തന്നെ വിളിക്കുള്ളൂ, ഹരിദാസ് ഏട്ട എന്നൊക്കെ തന്നെ വിളിക്കുള്ളൂ. വീഡിയോ ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. ഓക്കെ, ശരി, പറയും. പേര് പറ. ക്ഷമിക്കണം, എനിക്ക് വീഡിയോ ഓണാക്കാൻ കഴിയില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ, മനസ്സിലായി. പിന്നെ ഒരു കാര്യം പറയട്ടെ. രാവിലെ 3 ദിവസത്തെ ക്ലാസ്സിലെ ഏറ്റവും ഫലപ്രദമായി ലാസ്റ്റ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞത് ജുഹൈനയാണ്. അതെ, ജുഹൈനയുടെ സ്റ്റേജ് ഫിയർനെസ് മാറി. ആളുകൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഹൈ ലെവലിലേക്കായി. എന്താ പറയാ, പ്രസന്റേഷൻ ഈ 22 ക്ലോസിംഗ് മെത്തേഡ് ജുഹൈന പ്രസന്റ് അരമണിക്കൂർ പ്രസന്റ് ചെയ്തു എന്നുള്ള സമയം കൊടുക്കാത്തോണ്ടാണ് ഒരു മണിക്കൂർ എടുത്തത്. 22 ക്ലോസിംഗ് മെത്തേഡ് എടുത്തത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ജുഹൈനയുടെ ഭാഷ നമ്മൾ ലോകത്തിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ പലർക്കും ജുഹൈനയുടെ മലപ്പുറം ഭാഷയിലുള്ള ഒരു എന്താ പറയാ മനസ്സിലാവാതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ഒരു പ്രശ്നമല്ലാതെ ജുഹൈനയുടെ ക്ലാസ്സിന് യാതൊരു ഇഷ്യൂ ഇതുണ്ടായിരുന്നില്ല. സൂപ്പർ ക്ലാസ്സായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ ജുഹൈനയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആണോ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജുഹൈനയാണ് നമ്മുടെ കഴിഞ്ഞ 100 ദിവസത്തെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പ്രസന്റ് ആയിട്ടുള്ള ഒരാള്. പനിയില്ല, തലവേദനയില്ല, അസുഖങ്ങളില്ല, കറണ്ട് പോക്കില്ല, ഇന്റർനെറ്റ് പ്രശ്നങ്ങളില്ല, ഒന്നും ഇല്ലാണ്ട് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്ത ആള് ജുഹൈനയാണ്. വെരി ഗുഡ്. എനിവേ, ക്ലാസ് എടുക്കാൻ ഇനി ഇങ്ങനെ അടുത്ത 365 ദിവസത്തിനുള്ളിൽ ജുഹൈന ഒരു നല്ല ട്രെയിനർ ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഞാൻ എന്റെ പ്രൊഫഷൻ മാറ്റേണ്ടി വരും. പ്രൊഫഷൻ മാറ്റൊന്നും വേണ്ട. ഒരു നല്ല ഓൺട്രപ്രണർ എപ്പോഴും ഒരു നല്ല ട്രെയിനർ ആയിരിക്കും. ഒരു നല്ല ട്രെയിനർക്ക് മാത്രമേ നല്ലൊരു ഓൺട്രപ്രണർ ആവാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഞാൻ എന്നുള്ളത് മാത്രമല്ല ബിസിനസ്. നമ്മുടെ താഴെ ഒരുപാട് പേര് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. അവർക്കൊക്കെ ജോലി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ബിസിനസ് പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെയൊക്കെ ട്രെയിൻ ചെയ്യണം. അവർക്ക് നമ്മൾ എന്താണ്, നമ്മുടെ കമ്പനി എന്താണ്, കമ്പനിയുടെ പോളിസീസ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആക്ച്വലി സംസാരിക്കുന്നതും. ഓക്കെ,
അപ്പോ ബിസ്റ്റോക്സിലുള്ള ആൾക്കാർ, നമ്മുടെ അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ആൾക്കാർ എല്ലാവരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ന് നമ്മൾ ബാക്ക് ടു ബേസിക് ആണ്. ബിസിനസിന്റെ ബേസിക്സ് ഇത് പറയുമ്പോൾ പലർക്കും ഇവിടെ നെറ്റി ചുളിയുന്നത് എനിക്ക് വീഡിയോ ഓണാക്കാതെ തന്നെ കാണാം. ബേസിക്സ് പഠിക്കാൻ എന്താ ബേസിക്സ്? ബിസിനസ്സിലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ബേസിക് അറിയേണ്ട എന്ത് കാര്യം എന്താ ഉള്ളത്? നമുക്ക് കുറെ പുതിയ കാര്യങ്ങൾ, എന്താണ് ട്രെൻഡ്, പുതിയ കാലത്തിന്റെ ചിന്തകൾ എന്താണ്, തന്ത്രങ്ങൾ എന്താണ്, മന്ത്രങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാവണ്ടേ. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, വേര് നന്നായാൽ മാത്രമേ മുകളിലേക്കുള്ള ഏത് വളർച്ചയും നന്നാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഞാൻ കൃത്യമായിട്ട് റൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എൻ്റെ ബേസിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് നയിക്കാനുള്ള എൻ്റെ ഊർജം. ഓക്കെ, സോ നമുക്ക് തുടങ്ങല്ലേ. എനിക്കതിന് മുന്നേ ഒന്ന് രണ്ട് പേരോട് പുതിയതായിട്ട് വന്നിട്ടില്ല, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, അതായത് ബിസ്റ്റോക്സിൽ ഇല്ലാത്ത, രാവിലെ 6 മണിക്ക് ക്ലാസ്സിൽ ഇല്ലാത്ത, എന്നാൽ ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ചിലരോട് എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. അത് തുറന്ന് പറയുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നിങ്ങൾ ബിസിനസ്സിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ ഒരു പോളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഓരോരോ കണ്ടന്റുകൾ വെച്ചിട്ട്, സെയിൽസ്, മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞ്. എനിക്ക് അറിയേണ്ടതല്ല, എന്ത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിക്കാമോ? ആർക്ക് വേണേ സംസാരിക്കാം കേട്ടോ. പുതിയതായിട്ട് വന്നവർക്ക് സംസാരിക്കാനാണ് എൻ്റെ ഒരു സജഷൻ. ആരാവാം, എനിബഡി. നിങ്ങൾ ഇന്ന് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ അൺമ്യൂട്ട് ചെയ്യാനോ ഉത്തരം പറയാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പ്ലീസ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് ലീന ലുബൈബ. യെസ് സാർ, നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ്. ഇങ്ങനെ കസ്റ്റമറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് എല്ലാം സംസാരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടെല്ലാം പറയും. പക്ഷെ റേറ്റ് ഒക്കെ കേട്ടിട്ട് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ത് ബിസിനസ്സാണ് ലീന നടത്തുന്നത്? ഞാന് ഹെൽത്ത് സപ്ലിമെന്റിന്റെ ആണ്. ഞാൻ കഴിച്ചതാണ് ആ ഫുഡ്. അപ്പോ ശരി, അത് എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇൻഡസ് വിവ പ്രൈവറ്റ് ആൻഡ് ലിമിറ്റഡ്. അപ്പോ നമുക്ക് അതുപോലെ അങ്ങോട്ട് സംസാരിച്ചങ്ങോട്ട് എത്തുന്നില്ല. പൊതുവെ സംസാരിക്കാൻ ഇത്തിരി ബാക്കിലായത് കൊണ്ടാണോന്ന് അറിയില്ല. നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഇപ്പോ എന്തുകൊണ്ടോ എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങുകളൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവുക. അപ്പോ സെയിൽ ക്ലോസ് ആവുന്നില്ല. അതെ അതെ. ഓക്കെ, സെയിൽ ക്ലോസ് ആവാതിരിക്കാൻ ലീനയുടെ ഉള്ളിൽ തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സംസാരിക്കാനുള്ളൊരു പ്രശ്നം തന്നെയാണ്. സംസാരിക്കാനുള്ള പ്രശ്നം? അതെ, നമ്മള് സംസാരിച്ചോണ്ടേയിരിക്കും, പെട്ടെന്നായിരിക്കും ഉള്ളുന്ന ഒരു ഡൗൺ ആവല്. സ്വയം ഡൗൺ ആവും. അതെ അതെ. ഓക്കെ, അപ്പൊ ആ സമയത്ത് കസ്റ്റമർ ഡൗൺ ആവും. അപ്പൊ സ്വാഭാവികല്ലേ അത്, അവരുടെ ഒരു കോൺഫിഡന്റ് പോകുമല്ലേ. അതെ, അറിയാം. അപ്പൊ സ്വന്തമായിട്ട് ഡൗൺ ആവുമ്പോഴാണ് അപ്പുറത്തെ കസ്റ്റമർ ഡൗൺ ആവണമെന്ന് അറിയാം അല്ലെ? അതെ. നമ്മ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നന്നായി സംസാരിക്കുന്ന ഒരാൾ നല്ലൊരു സെയിൽസ്മാൻ അല്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസുകാരനാവാൻ പറ്റുമെന്നൊരു തെറ്റായ ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഞാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കൊടുക്കുന്നത് ഹെൽത്ത് സപ്ലിമെന്റ് ആണല്ലോ. അതെ, ഹെൽത്ത് സപ്ലിമെന്റ് കിട്ടിയതുമാണ്. ഞാനും എന്റെ ഫാമിലിയും എല്ലാരും കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയതുമാണ്. യെസ് യെസ്. നിങ്ങൾ ഹെൽത്ത് സപ്ലിമെന്റ് എന്തുകൊണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? എന്നെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കാരണം ഞാനൊരു വീട്ടമ്മയാണ്, 3 മക്കളുടെ അമ്മയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയൂ കേട്ടോ. ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ സൊല്യൂഷൻ കിട്ടി അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽത്ത് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? നിങ്ങൾ കസ്റ്റമർക്ക് ഇത് ഹെൽത്ത് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്,
നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണോ ഈ ഹെൽത്ത് സപ്ലിമെന്റ് സപ്ലൈ ചെയ്യുന്നത്, അതോ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടുന്നവരല്ല, എന്നാലും ബുദ്ധിമുട്ടുന്നവർ തന്നെയാണ്. പക്ഷെ ഇത് അതെ, അവർക്ക് തോന്നിയിട്ടുണ്ടോ അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത്? അത് ശരിയാണ്. അത്രേ ഉള്ളൂ. അവർക്ക് തോന്നണ്ടേ? ലീനയ്ക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ലീന ആ ഹെൽത്ത് സപ്ലിമെന്റ് കഴിച്ചതും ഇന്നും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നതും. അതെ, ഇത് അവർക്ക് തോന്നാറുണ്ടോ? അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്തോ. അത് അവർക്ക് തോന്നിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. നിങ്ങൾ ഓക്കെ. സൊല്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഡോക്ടർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചികിത്സിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴല്ലേ ചികിത്സിക്കാറുള്ളത്? അതെ, ഡോക്ടർ ഏത് മരുന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങൾ കഴിക്കാറുണ്ടല്ലോ, അതെ. എത്ര വില കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും. യെസ്. ഡോക്ടറുടെ ഏതെങ്കിലും മരുന്നിൽ നിങ്ങൾ സംശയിക്കാറുണ്ടോ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഡോക്ടർ എഴുതുന്ന ഏതെങ്കിലും മരുന്നിൽ നിങ്ങൾക്ക് സംശയം വരാറുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആസ് എ സെയിൽസ് പേഴ്സൺ, ആസ് എ ബിസിനസ് പേഴ്സൺ, നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താ? നമുക്ക് അതിന് പറ്റില്ലല്ലോ. എങ്ങനെ പറഞ്ഞ കേട്ടില്ല കേട്ടോ. സെയിൽസ് ആണ്. സെയിൽസ്. ബിസിനസ്സുകാരന്റെ പ്രധാനപ്പെട്ട ധർമ്മം സെയിൽസ് അല്ല. സെയിൽസ് അല്ല, പ്രധാനപ്പെട്ട ധർമ്മം സെയിൽസ് അല്ല. ഒരു ബിസിനസ്സുകാരന്റെയും ഒരു സെയിൽസുകാരന്റെയും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് സെയിൽസ് അല്ല. കസ്റ്റമറുടെ ആക്ച്വൽ വേദനയ്ക്ക്, ആക്ച്വൽ പെയിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കസ്റ്റമറുടെ ആക്ച്വൽ വേദനയ്ക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ 2 മക്കളെ കാണുന്നുണ്ട് അല്ലെ? 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. 3 മക്കൾ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത്, വളരെ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് ഈ മക്കൾ ഓടുന്ന സമയത്ത് വീഴും, ശരിയാണോ? അതെ. വീഴുമ്പോ നമ്മൾ എന്താ ചെയ്യാ? വേഗം എണീപ്പിക്കും. എന്നിട്ട് അവരിനെ ഒന്ന് ആശ്വസിപ്പിക്കും. ചേർത്ത് പിടിച്ച് മരുന്ന് തേച്ചു കൊടുക്കും. ഓക്കെ. ഞാൻ ചെയ്യാറ്, ഞങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയാം, കുഞ്ഞിനെ ഞങ്ങൾ എടുത്തിട്ട് ആ വീണോടത്ത് 2 അടി കൊടുക്കും. എന്നിട്ട് എന്റെ കുഞ്ഞിനെ വീഴ്ത്തിയോ നീ എന്ന് ചോദിക്കും. അത് ശരിയാണ്, അത് ചെയ്യും. അല്ലേ? അതെ, അതെ, അതെ. അതെ. ആ വീഴ്ചയിൽ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്? അതെ, അതെ, അതെ. ആ വീഴ്ച വീണ് കഴിഞ്ഞാൽ കുഞ്ഞ് കരയാറുണ്ട്. അതെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം അത് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞിട്ടാണ് ആ വീണ ഭാഗത്ത് 2 അടി കൊടുക്കും അല്ലെ? അതെ. ആ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിക്ക് വേദനയല്ല, കുട്ടിയുടെ മനസ്സിന് വേദനയാണ്. ഞാൻ വീണപ്പോ എനിക്ക് വേദനിച്ചോ എന്നൊരു സംശയം. ആ സംശയത്തിനെ നമ്മൾ അവിടെ മാറ്റിയത്. ഓക്കെ. ഇതുപോലെയാണ് ഇതുപോലെ ആയിരിക്കണം സെയിൽസുകാരൻ. കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മരുന്ന് കൊടുക്കരുത്. മൊത്തത്തിൽ മരുന്ന് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവൻ ആ മരുന്ന് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഒരുപാട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ക്ലിയർ? ക്ലിയർ സർ, താങ്ക് യു സർ. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ വിൽക്കാനിരിക്കുകയല്ല എന്നുള്ളത്. കസ്റ്റമറുടെ മനസ്സിലുണ്ടാവണം കസ്റ്റമർ ഇത് വാങ്ങാനിരിക്കുകയല്ല എന്നുള്ളത്. എന്നാൽ അൾട്ടിമേറ്റ്ലി കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് സെയിൽസ്, വിൽക്കുന്നതല്ല. നമ്മൾ വിൽക്കാൻ മെനക്കെടുന്നതല്ല സെയിൽസ്, കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് മാത്രമാണ് സെയിൽസ്. അത് കസ്റ്റമർ എന്താണ് വേണ്ടത്, കസ്റ്റമർക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കൊടുക്കുക. എന്നിട്ട് കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. പക്ഷെ ഒരിക്കലും നിർബന്ധിക്കരുത്. ഞാൻ ലീനയെ വന്നിട്ട് ലീനോട് പറയുകയാണ്, ലീന നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്ന പരിപാടി ചെയ്യണം, എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലീന വിചാരിക്കും ഇയാൾക്ക് എന്തോ മെച്ചമുള്ള കാര്യത്തിനാണല്ലോ എന്നെ നിർബന്ധിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ, അങ്ങനെ എന്റെ ചെലവിൽ താൻ നന്നാവണ്ട കേട്ടോ എന്ന് ഏതൊരു കസ്റ്റമർ ചിന്തിക്കുന്ന പോലെ ലീനയുടെ കസ്റ്റമർ ചിന്തിക്കും. ക്ലിയർ? സോ പുഷ് ചെയ്യരുത്, പുള്ളിയിപ്പിക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത്, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കുകയാണ് ലീനയോട്, ലീന
ഇൻഡസ് വിവേക്കാൾ നല്ലൊരു ഹെൽത്ത് സപ്ലിമെന്റ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ഇൻഡസ് വിവയിൽ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ സൈക്കോഫി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇതിനേക്കാൾ ഹെൽത്ത് സപ്ലിമെന്റ് തരാൻ പറ്റുന്ന ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. താല്പര്യമുണ്ടോ? ലീന ഇല്ലാന്നേ പറയൂ. കാരണം ലീന വിശ്വസിക്കുന്നത് ഇൻഡസ് വിവയ്ക്ക് തരാൻ പറ്റുന്നുള്ളതാണ്. അതെ. അതുകൊണ്ട് ഞാൻ ഒന്നും സെല്ല് ചെയ്യില്ല, എല്ലാം വാങ്ങിക്കോളണം. ദാറ്റ് ഷുഡ് ബി കോൾഡ് സെയിൽസ്. സെയിൽസ് ക്ലോസിംഗ് ഒരിടത്തും ഒരിക്കലും പ്രശ്നമാവില്ല ഇഫ് യു ഹാവ് ദ കറേജ് ടു ഇൻട്രഡ്യൂസ് യുവർ സെൽഫ്. ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കസ്റ്റമർ തനിയെ വാങ്ങും. കസ്റ്റമർക്ക് പൈസ പ്രശ്നമല്ല, കസ്റ്റമർക്ക് നിങ്ങൾ എന്താ പറയുക, അവന്റെ ആവശ്യം പ്രശ്നമല്ല, അവന്റെ പ്രശ്നം നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതേ ഇൻഡസ് വിവയുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സുഹൃത്തിന്റെ അടുത്ത് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും ഈ പറയുന്ന ആൾക്കാർ. സോ ബിസിനസ്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. ഇതിന് സംശയം തീർന്നു തോന്നുന്നു അല്ലേ? അതെ അതെ സർ, താങ്ക് യു. സെയിൽസ് ക്ലോസിംഗ് എല്ലാവരും പറയുന്നത്, ഇന്നലെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു സെയിൽസ് ക്ലോസിംഗ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ലീനയുടെ എന്നല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒറ്റ പ്രശ്നം സെയിൽസ് ക്ലോസിംഗ് അല്ല. എല്ലാവരുടെയും പ്രശ്നം ഇനഫ് നമ്പർ ഓഫ് ലീഡ്സ് ഇല്ലാത്തതാണ്. നിങ്ങളുടെ കയ്യിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും സെയിൽസിന് ബുദ്ധിമുട്ടുന്നത്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, സെയില് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ, പണം നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, നിങ്ങളുടെ നമ്പർ ഓഫ് അപ്രോച്ചിങ് പീപ്പിൾ കൂട്ടുക. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന, നിങ്ങളുടെ പ്രോഡക്റ്റിനെ അപ്രോച്ച് ചെയ്യിക്കുന്ന ആളുകളെണ്ണം കൂട്ടുക. പെയിൻ ഉള്ളോടത്ത് മാത്രം വിൽക്കുക, പെയിൻ ഇല്ലാത്തടത്ത് വിൽക്കാനേ നിൽക്കരുത്. പെയിൻ ഉള്ളോടത്ത്, കസ്റ്റമർക്ക് പെയിൻ ഉള്ളത്, കാണുന്നവരെല്ലാം ഹെൽത്ത് സപ്ലിമെന്റ്, ഹെൽത്തിന്റെ ആരോഗ്യക്കുറവുള്ളവരാണെന്ന് വിചാരിക്കരുത്. ആരോഗ്യം വേണമെന്ന് വിചാരിക്കുന്നിടത്ത് വിൽക്കുക. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് വൈദ്യം വിൽക്കാൻ പോയിരുന്ന കാര്യം ഉണ്ടായിരുന്നു. ഹരിദാസേട്ടന് നാട്ടിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഹരിദാസേട്ടൻ ഉണ്ടായിരുന്നോ ഇരിങ്ങാലക്കുട ഏരിയയിൽ വൈദ്യം വിൽക്കല്? അതായത് ആയുർവേദ വൈദ്യം വിൽക്കും. അപ്പോ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളുണ്ട്. അച്ഛൻ എവിടെ, അതായത് അച്ഛന്റെ സുഹൃത്താണ്. അപ്പൊ അവര് വീട്ടിൽ പോയി അച്ഛൻ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വൈദ്യം വിൽക്കാൻ പോയിരുന്നു എന്ന് പറയത്രേ. വൈദ്യം വിൽക്കുക നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ ഡോക്ടർമാരെ അങ്ങോട്ട് കാണാൻ പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വൈദ്യന്മാർ നിങ്ങളുടെ വീടുകളിലൂടെ വന്ന് നിങ്ങളുടെ അസുഖങ്ങൾക്ക്, വീട്ടിലുള്ള ആളുകളുടെ ഓരോ അസുഖങ്ങൾക്കുള്ള മരുന്നും കാര്യങ്ങളും അവരവരുടെ അന്ന് പിന്നെ ബാഗൊന്നുമില്ല, ഭാണ്ഡത്തിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് തരുന്നൊരു കാലം. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ബിസിനസ് നടത്താറുണ്ട് അല്ലെ, സാധനങ്ങൾ വിൽക്കാറുണ്ട്. പാത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പല പല സാധനങ്ങൾ വന്ന്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എണ്ണകള്, ചന്ദനത്തിരികൾ, മെഴുകുതിരികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ആദ്യമേ നമ്മുടെ ഗേറ്റിൽ വരുമ്പോ ആരാന്ന് എന്താന്ന് ചോദിച്ചു ചേച്ചി എന്ന് വിളിക്കുമ്പോൾ വേണ്ട എന്നേ പറയുള്ളൂ. ആണോ? ഗേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പറയാൻ പോകുന്ന കാര്യം വേണ്ട, എന്താ സാധനം എന്ന് പോലും കേൾക്കൂല. അതിന് മുന്നേ വേണ്ട എന്നേ പറയാറുള്ളൂ. അതങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് കൊടുക്കുന്നതിനൊന്നിനും വിലയില്ല, അവരിങ്ങോട്ട് വാങ്ങാൻ ഭയങ്കര വിലയാണ്. ഒരു സംശയമില്ല. സോ അത് കൂട്ടുക, ഇതാണ് സെയിൽസിന്റെ ആദ്യത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. നമ്മുടെ തുടക്കം സെയിൽസിലേക്ക് തന്നെ പോകണ്ട. സെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നിർത്തൂല്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ടോപ്പിക്കും സബ്ജക്റ്റും അജണ്ടയും എല്ലാം മാറുകയും ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വിജയേട്ടാ ഈ ഒളിച്ചിരിക്കരുത് വിജയേട്ടാ, വീഡിയോ ഓണാക്കണം വിജയേട്ടനോട് മാത്രമല്ല, ഇവിടെ പല ഏട്ടന്മാരോടും കൂടിയിട്ടാണ്. ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഓക്കെ, അപ്പോ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് അടുത്ത 10 ദിവസം നമ്മൾ സംസാരിക്കുന്നത് വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ജൂലൈ 21-ാം തീയതി നമ്മൾ 21 ദിവസത്തെ ക്ലാസ്സുകൾ തുടങ്ങുകയും അതിൽ പലരും, ഇവിടെ ഇരിക്കുന്ന പലരും അറ്റൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ട്രെയിനിങ് തുടങ്ങി. അതിനുശേഷം ഓഗസ്റ്റ് 19-ാം തീയതി പെയ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ബിസ് ടോക്സ് എന്ന് പറയുന്ന
അതിൽ ഒരുപാട് ഏകദേശം 10-40ഓളം ആളുകൾ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മൾ 100 ദിവസം തികച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് 100 ദിവസം എന്ന് പറഞ്ഞാൽ 100 + 21 121 ദിവസം കഴിഞ്ഞ 124-ാമത്തെ ദിവസം 125 ദിവസമാണ്. 125 ദിവസം കഴിഞ്ഞ 125 ദിവസം 6 മണിക്ക് ഇവിടെ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സൂമില്. അതിൽ വിജയേട്ടനും ഹരിദാസേട്ടനും ജുഹൈനയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ദിവസം പോലും ക്ലാസ് കളയാതെ A to Z അറ്റൻഡ് ചെയ്ത ആളാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. എന്താണ് മാറ്റം എന്ന് ഞാൻ ജുഹൈനോട് ചോദിച്ചപ്പോൾ ജുഹൈന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജുഹൈന എൻ്റെ അടുത്ത് വന്നപ്പോൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല സാറേ, ഒറ്റ ഡയലോഗേ പറഞ്ഞുള്ളൂ, ഇത് കടം മേടിച്ചോളണം, അടുത്തത് സ്വന്തം കാശ് നടച്ചോളണം. ഇന്ന് അതിന് ശേഷം ജുഹൈന, നിനക്ക് എന്തെങ്കിലും കടം മേടിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, പിന്നെ കടം വാങ്ങിയിട്ടില്ല. പിന്നെ കടം വാങ്ങിയിട്ടില്ല. എന്താ ബിസിനസ് എന്ന് പറയുന്നത്? ഇങ്ങനെയാണ്. നമ്മുടെ ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാർ വരാറുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പരമപുച്ഛമായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ആവശ്യം എന്താണ്, മോട്ടിവേഷന്റെ ആവശ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരമപുച്ഛത്തോടെ കാണുന്ന ഒരു വിഭാഗം. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നെക്സ്റ്റ് ലെവൽ ബിസിനസ്സിൽ ഏകദേശം 200-200 എനിക്കൊണ്ട് 350ഓളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ 350-ൽ എന്തുകൊണ്ടാണ് വെറും 10%-ലേക്ക് 30 പേരിലേക്ക് ഒതുങ്ങിയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. പലർക്കും ഇവിടെ ടിപ്പ് കിട്ടാനാണ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത്. ടിപ്പ് എന്ത്? ഇപ്പൊ ലീന പറഞ്ഞ പോലെ സെയിൽസ് ആണ് പ്രശ്നം. സെയിൽസ് പ്രശ്നമാണ്. കച്ചവടം കിട്ടാൻ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞല്ലോ. ഞാൻ ഒറ്റ ടിപ്പിൽ 5 മിനിറ്റ് തന്നെ ടിപ്പ് കൊടുത്തായിരുന്നു അല്ലെ. ഇങ്ങനെ ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലീനയ്ക്ക് ബിസിനസ് ഡെവലപ്പ് ആവുമെന്ന് ലീനയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നുന്നില്ല. ഒരു മിനിറ്റ്. സോ ടിപ്പ് കൊടുക്ക സെയിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസ് ട്രെയിനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത 10 ദിവസം നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ബിസിനസ്സുകാരൻ മുന്നോട്ട് പോവേണ്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ലെങ്കിൽ പലരുടെയും ഉള്ളിലുണ്ടാവും, അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസം ഞാൻ ഒരു അജണ്ട ഇല്ലാണ്ടേ വന്നിരിക്കുന്നു. എന്റെ മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു സിലബസോ കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക്കോ ഒന്നുമില്ല. നിങ്ങൾ പറയുന്നതാണ് അടുത്ത 10 ദിവസത്തെ ടോപ്പിക്. ഇന്ന് മുതൽ അടുത്ത 10 ദിവസത്തേക്ക് നിങ്ങൾ പറയുന്നതാണ് ടോപ്പിക്, ഞാൻ തീരുമാനിക്കുന്നതല്ല. നാളെ എന്തെടുക്കണം, എന്തിനെ കുറിച്ച് സംസാരിക്കണം, അടുത്ത 10 ദിവസം എന്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താ ഹരിദാസേട്ട അഭിപ്രായം? ഇത്രയും കാലം ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടു, ഇനി നിങ്ങൾ പറയുന്നത് നമ്മൾ സംസാരിക്കും. ഓക്കെ ആണോ? എന്താണ് ഒരു ഉഷാറില്ലാത്ത ഓക്കേക്ക്? പറയും മനുഷ്യ. ഇവിടെ ആർക്കെങ്കിലും എതിരഭിപ്രായോ അടുത്ത ഇതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും. വിജയേട്ടാ, ഈ 10 ദിവസത്തിനെ നമ്മൾ എടുക്കാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളുടെ ബിസിനസ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇവിടെ ഇരിക്കുന്ന 30 പേർക്ക് 30 പ്രശ്നങ്ങളുണ്ട്. 31 പേരുണ്ട്. അതിൽ ഞാൻ അനീഷ ഒഴുകി പോയ 30 പേര്. 30 പേർക്ക് 30 പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയാം. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഞാൻ തരുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ 90% ഞാൻ തരാൻ നോക്കും, 10% ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ തുടങ്ങി വെക്കാം. ഞാൻ സാധാരണ കാണുന്ന ബിസിനസ്സുകാരന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇന്ന് തുടങ്ങി വയ്ക്കാം, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ബിസിനസ്സുകാരായത് എങ്ങനെയാണ്? എല്ലാവരും ബിസിനസ്സുകാരായത് എങ്ങനെയാണ്? ഹരിദാസേട്ടൻ എങ്ങനെയാണ് ഹരിദാസേട്ട ബിസിനസ്സുകാരനായത്? ശരിക്കും ഞാൻ ബിസിനസ്സിലേക്ക് വന്നത് വലിയൊരു കടക്കാരനായതുകൊണ്ടാണ്. ഭയങ്കര സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്.
അപ്പൊ ബിസിനസ്സിലൂടെ ഞാൻ കടം വീട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടം വരെ വീട്ടി. പുതിയ കടങ്ങൾ മറ്റൊരു ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെ പുതിയ കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുതിയ കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ. അപ്പോ പുതിയ കടം എന്ന് പറഞ്ഞാല് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടൈറ്റിലാണ്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇപ്പൊ എന്റെ മുന്നിൽ ഉണ്ട് താനും. അതാണ് അത്. തീർച്ചയായും നമ്മളെ ഈ ഫാമിലിയിലെ കൂട്ടായ്മയിൽ നിന്നാണ് എനിക്ക് ആ ഐഡിയകളൊക്കെ വന്നത്. മുന്നൊക്കെ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞാല് അങ്ങനെ ബിസിനസ് ചെയ്യുന്നു, അതിന് പ്രത്യേക സിസ്റ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ഹരിദാസേട്ടൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ജുഹൈന ആയിക്കോട്ടെ, എന്റെ സ്വന്തം പെങ്ങൾ രഞ്ജിന ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരൊറ്റ കാര്യത്തിലാണ്, പൈസ ഉണ്ടാക്കാനാണ്. ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് കടം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ തികയാതെ വരും, ജോലി ചെയ്ത് മടുത്തിട്ടുണ്ടായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കാശ് നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? കൂടുതൽ കാശ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ബിസിനസ് തുടങ്ങാം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ ഹരിദാസേട്ട, എനിക്കും 2018 സംഭവിച്ചതും ഹരിദാസേട്ടൻ ഇപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴോ ഇത് വരെ സംഭവിച്ചതും ഇവിടെ ഇരിക്കുന്ന പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളൊക്കെ ബിസിനസ് തുടങ്ങിയത് കാശുണ്ടാക്കാനാ. തീർച്ചയായും അതാണ് തെറ്റ്. ബിസിനസിന്റെ ഏറ്റവും വലിയ തെറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടുള്ള എന്റെ ഈ ഞായറാഴ്ച ദിവസം ഡിസംബർ 1 എയ്ഡ്സ് ഡേ. ഇന്നത്തെ പ്രത്യേകതയാണ് എയ്ഡ്സ് ഡേ. ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ദിവസമാണെന്ന്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ പല ആളുകൾ എടുക്കും, പക്ഷെ ഇന്ത്യയിൽ അത്ര വന്നിട്ടില്ല, കേരളത്തിൽ അത്ര വന്നിട്ടില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ഈ എയ്ഡ്സ് ഡേ, ഈ ഡിസംബർ 1-ാം തീയതി ഞാൻ പറയുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ പാളിപ്പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ താഴെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എവിടേക്കോ വഴിതെറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റ കാരണം കൊണ്ടാണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പണം ഈ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കോ. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ശ്രദ്ധ മാറ്റിക്കോ. നിങ്ങൾ തോൽക്കാൻ, പരാജയപ്പെടാൻ, താഴെ പോവാൻ, മെല്ലെ പോവാൻ, വിചാരിച്ച അത്ര രീതിയിൽ നല്ല രീതിയിൽ പോവാതിരിക്കാൻ കാരണം ഈ ഒരൊറ്റ കാരണം. എന്താ? പണത്തിനെ ഫോക്കസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബിസിനസ് തുടങ്ങുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഓൾവേസ് മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ്. ഓൾവേസ് മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാൽ, പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാൽ, ഇത്ര രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് കണ്ടാൽ, ഇത്ര രൂപയുടെ കടം വീട്ടലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. അനുഭവത്തെന്നാ പറയുന്നത്. ഇത് പക്ഷെ പലർക്കും മനസ്സിലാവില്ല. എവിടെ ഇരിക്കുന്നത് നെറ്റ് ചുളിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരുടെയും നെറ്റ് ചുളിയുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതിൽ ഒരു അടി ഞാൻ പിന്നോക്കം പോവില്ല. ആരെങ്ങനെ എന്നെ കൺവിൻസ് ചെയ്യാൻ വന്നാലും എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പണത്തിൽ നിന്ന് എന്ന് ഞാൻ എന്റെ കോൺസെൻട്രേഷൻ മാറ്റിയോ അന്നാണ് എന്റെ പോക്കറ്റിൽ, എന്റെ അക്കൗണ്ടിൽ കാശ് വരാൻ തുടങ്ങിയത്. ലീന വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു, സർ ഞാൻ ഇവിടെ ഹെൽത്ത് സപ്ലിമെന്റ് കൊടുക്കാനിരിക്കുകയാണ്. ഹെൽത്ത് സപ്ലിമെന്റ് കൊടുക്കാൻ എന്റെ കസ്റ്റമർ, പക്ഷെ എനിക്ക് കസ്റ്റമർക്ക് വാങ്ങാൻ താല്പര്യമില്ല, എനിക്ക് ഹെൽത്ത് സപ്ലിമെന്റ് കൊടുക്കും. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. ഹെൽത്ത് സപ്ലിമെന്റ് കൊടുക്കുന്നത്, ലീന ഹെൽത്ത് സപ്ലിമെന്റ് കൊടുത്ത് കസ്റ്റമറുടെ പെയിൻ മാറ്റാനാണ് ഇരിക്കുന്നതെങ്കിൽ ലീനയുടെ കയ്യിൽ കാശുണ്ടാവും. എന്നാൽ ഈ ഹെൽത്ത് സപ്ലിമെന്റ് വിറ്റിട്ട് വേണം, ആ കാശ് കിട്ടിയിട്ട് വേണം എന്റെ മറ്റുള്ള കടങ്ങൾ തീർക്കാനാണെന്നാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ ഈ ഹെൽത്ത് സപ്ലിമെന്റ് പോവില്ല, കാശിട്ട് വരില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ പലരുടെയും പ്രശ്നം ഇതാണ്. അതാത് മാസത്തെ ബഡ്ജറ്റ് ക്ലിയർ ചെയ്യാൻ, കടം സെറ്റാക്കാൻ, ആ മാസത്തേക്ക് വേണ്ട വരുമാനം ഉണ്ടാക്കാൻ നടത്തുന്ന
സർക്കസ് ആണ് പലരുടെയും ബിസിനസ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ടുഡേ. നിങ്ങൾ ഇന്നത് നടത്തണം. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. ഇവിടെ ബിസിനസ് തുടങ്ങിയവർക്ക് 3 കാര്യങ്ങളില്ല. നിങ്ങളുടെ അടിവേരിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഞാൻ ഇവിടെ ചിലരൊക്കെ ഇപ്പൊ ചിരി തുടങ്ങും. ചിരി എന്ന് പറയുന്നത് ജാള്യത കൊണ്ടുള്ള ചിരി. അതുകൊണ്ട് ഞാൻ പേരൊരാളെയും വിളിക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കമ്പനി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് സൊല്യൂഷൻ പ്രൊവൈഡിങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നമ്പർ 1 ക്വസ്റ്റ്യൻ, കസ്റ്റമർക്ക് സൊല്യൂഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ്, മനസ്സ് ഉണ്ടായിരുന്നോ? ദിസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, നിങ്ങളുടെ ബിസിനസിന്റെ വിഷൻ എന്താണ്? നിങ്ങളുടെ ബിസിനസിന്റെ വിഷൻ എന്താണ്? മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബിസിനസിന്റെ മിഷൻ എന്താണ്? 3 കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഏറ്റവും മിനിമം ആയിട്ടുള്ള, നിങ്ങൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള 3 കാര്യങ്ങൾ. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾക്കത് തുടങ്ങാനുള്ള മനസ്സുണ്ടായിരുന്നു. എന്താ തുടങ്ങാനുള്ളത്? കസ്റ്റമർക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള, കസ്റ്റമറുടെ പെയിൻ പോയിന്റിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നോ? സെക്കൻഡ്, നിങ്ങളുടെ വണ്ടി, ബിസിനസ് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ഫ്യൂച്ചറിൽ എവിടെ എത്തണം എന്ന് ചിന്തിക്കുന്ന വിഷൻ ഉണ്ടായിരുന്നോ? മൂന്നാമത്തത്, എങ്ങനെ പോകണം, എന്തൊക്കെ ഞാൻ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന മിഷൻ ഉണ്ടായിരുന്നോ? വിജയേട്ടാ, ഉണ്ടായിരുന്നോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പോഴും ഇല്ലെങ്കിൽ, ഈ ബിസിനസ് നിങ്ങളെ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോവുക, പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുക. പണം ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടിൽ വരാനും പോകുന്നില്ല. മനസമാധാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടെൻഷൻസ് ഉണ്ടാവും. പ്രശ്നങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. അവസാനം കടങ്ങളുടെ മേടെ പ്രശ്നങ്ങളും ആവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല സാറേ. ഇപ്പൊ ഇത് എന്തപ്പ ചെയ്യാ? ഇതേ, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയട്ടെ, നിങ്ങള് ബിസിനസ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. വെരി സീരിയസ്, ഒരു കുട്ടിക്കളിയല്ല. പലരും ജോലി ചെയ്യാൻ മടുപ്പുള്ളത് കൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പലരും പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് ബിസിനസിനെ കാണുന്നത്. പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് ബിസിനസിനെ കണ്ടിരുന്നെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ടാറ്റ എന്നുള്ള കമ്പനി ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ മുക്കിനും മൂലയ്ക്കും ഇരുന്ന് കുറ്റം പറയുന്ന അദാനി എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്ന ഒരു കമ്പനി അദാനി അംബാനിയാണ്. എന്തുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനികളിൽ, വലിയ കമ്പനികളിലായിട്ട് ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരൊറ്റ ദിവസം കൊണ്ട് 40% വരുമാനം ഇരട്ടിയ, സമ്പാദ്യം ഇരട്ടിയായി. 40% കൂടി. എങ്ങനെ? ആകാശത്തേക്ക് വിട്ട റോക്കറ്റിനെ തിരിച്ച് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന ആ പ്രോസസ്സ് ചിന്തിച്ച് അയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാര് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് രാവും പകലും ഉറക്കൊഴിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് വർക്കൗട്ട് ചെയ്യുന്ന എലോൺ മസ്ക് കാശിന്റെ പുറകെ പോയിരുന്നെങ്കിൽ റോക്കറ്റ് പോയിട്ട് ഒരു കടലാസ് വിമാനം പറപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഉറപ്പാ. കേരളം, സോറി, ലോകം മുഴുവൻ ഇലക്ട്രിക്കൽ കാറ് ഡ്രൈവർ ഇല്ലാണ്ട് ഓടിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മറ്റേ ടോയ് കാർ പോലും പുള്ളിക്ക് പറ്റില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമായിരുന്നെങ്കിൽ.
He was ready to provide a solution for the traveling problem. ഡ്രൈവിംഗ് അറിയാത്ത, സമാധാനപരമായിട്ട് ഡ്രൈവിംഗ് ആഗ്രഹിക്കുന്ന, ടെൻഷനും സ്ട്രെസ്സുമുള്ള, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ആലോചനകൾ കൂടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഒരു കാറാണ് ടെസ്ല. He was ready to give a solution. നമ്മള് ബിസിനസ് തുടങ്ങണ എന്തിനറിയോ? പണം ഉണ്ടാക്കാനാണ്. ഞാൻ വീണ്ടും പറയാം, നമ്മളെ പണം ഉണ്ടാക്കാനാണ് ബിസിനസ് തുടങ്ങുന്നത്. മണി ഈസ് ഓൾവേസ് എ ബൈ പ്രോഡക്റ്റ്. എന്താ മൈൻഡ് സെറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്? എന്താണ് വിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് വൈ ബാക്ക് ടു ബേസിക്സ്. ഹരിദാസ് ഏട്ടൻ പരിപാടി തുടങ്ങുന്ന സമയത്ത്, ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ആദ്യത്തെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കടം തീർക്കാൻ വേണ്ടിയിട്ട് പുതിയ ബിസിനസ് തുടങ്ങി, അത് വീണ്ടും കടത്തിപ്പെട്ടു. രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, ഈവൻ ഇപ്പോഴത്തതും നിങ്ങൾ ഇതേ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാരണമേ ഉള്ളൂ ഹരിദാസ് ഏട്ടാ. ഞാനിവിടെ ഹരിദാസ് ഏട്ടനെ അല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന പലരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നെഞ്ചത്തേക്ക് ഞാൻ എന്റെ അസ്ത്രം പ്രയോഗിക്കാൻ പോകുന്നത്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായത് ഇത് വിജയിക്കുമോ എന്നുള്ള സംശയമായിരുന്നു. ഇത് വിജയിച്ചില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. നാട്ടിൽ ഞാൻ ബിസിനസ്സുകാരനാണെന്ന് കാണിക്കാനുള്ള ത്വരയായിരുന്നു. എന്റെ വീട്ടിലേക്ക് ചെലവിനുള്ള കാശ് ഉണ്ടാക്കണം, അതിനുള്ള തന്ത്രമായിരുന്നു നിങ്ങളുടെ ബിസിനസ്. നാട്ടിലെ കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കണം എന്ന് വിചാരിച്ച വലിയ, എന്താ പറയുക, സംസ്കാര സമ്പന്നമായ, ചാരിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആണോ ഹരിദാസ് ഏട്ടാ? വളരെ കോൺഫിഡന്റോടെ പറയുന്നത് യെസ് യെസ്. ഇവിടെ ഇരിക്കുന്നതിൽ 95% ആൾക്കാരും ഇങ്ങനെയൊക്കെ പറഞ്ഞ ബിസിനസ് തുടങ്ങിയത്. പക്ഷെ മനസ്സിലുള്ള എന്തായിരുന്നു അറിയും? മണി മണി മണി. അടുത്ത വീട്ടിലെ മണി അല്ല ജുഹൈന. ഞാൻ ഒറ്റ പണ്ട് നമ്മൾ ഈ ദ്രോണാചാര്യരുടെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാർ പഠിച്ചതൊന്നും എനിക്കറിയില്ല. പണ്ട് ഇത് ഓരോരുത്തരോടും പറഞ്ഞു, ആ മരത്തിന് മുകളിൽ ഇരിക്കുന്ന കിളിയെ ലക്ഷ്യം വെക്കൂ. നിങ്ങൾ എന്താണ് കാണുന്നത്? ആകാശവും ആകാശത്തിന് ചുവട്ടിലുള്ള മരവും മരത്തിലുള്ള കിളിയെയും കാണുന്നുണ്ട് സാർ, കടക്ക് പുറത്ത്. അടുത്ത ആളെ വിളിച്ചു, സാർ ഞാൻ ആ കിളിയെ കാണുന്നുണ്ട്, കിളിയുടെ കണ്ണ് കാണുന്നുണ്ട്, കിളിയുടെ ചുറ്റുപാടും കാണുന്നുണ്ട്, കടക്ക് പുറത്ത്. അർജുനൻ വന്നിട്ട് അർജുനോട് ചോദിച്ചു, എന്താണ് കാണുന്നത്? ഞാൻ അവിടെ ഒരു കണ്ണ് കാണുന്നുണ്ട് സാർ, ഒരു കിളിയുടെ കണ്ണ് കാണുന്നുണ്ട്, വെക്കി. ഇതാണ് ദ്രോണാചാര്യർ പറഞ്ഞെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ഒന്നിന് പുറപ്പെട്ടിട്ട് വേറൊന്നിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും കിട്ടാത്ത അവസ്ഥ വരും. അതാ പ്രശ്നം. പറയുമ്പോ ഹരിദാസ് ഏട്ടൻ പറയോ ഞാൻ കോടീശ്വരനാവാനാ ബിസിനസ് തുടങ്ങിയെന്ന്? ഹരിദാസ് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? സുരേഷ് ഏട്ടൻ പറയോ? സുരേഷ് ഏട്ടൻ, ഞാൻ മിഞ്ചൂസ് ഫുഡ് ആൻഡ് കാറ്ററിംഗ് തുടങ്ങിയത് കാശുണ്ടാക്കാനാണെന്ന്? സുരേഷ് ഏട്ടൻ പറയില്ല, പേടിയാ. അതുകൊണ്ടാ സുരേഷ് ഏട്ടൻ എന്താ പറയാ? ഏറ്റവും നല്ല ഭക്ഷണം വിലക്കുറവില് നല്ല രുചിയില് കൊടുക്കാമെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. 10 ആൾക്ക് കിട്ടിക്കോട്ടെ എന്ന്. വെറുതെണേ. മനസ്സിലൊന്നും പ്രവൃത്തി വേറൊന്നും. നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല, എവിടെ എത്താൻ പോകുന്നില്ല. മനസ്സിലൊന്നും പ്രവൃത്തി വേറൊന്നുമായ നിങ്ങൾ ഇവിടെ എത്താൻ പോകുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം തന്നെയാണ്. അതെ, വളരെ രസം. മക്കളെ നല്ല ഉപദേശമാണ്. എന്താണ്? മക്കളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും. എന്നിട്ട് അവനവൻ ചെയ്യണത് വേറെ എന്തൊക്കെയോ. സോ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം പ്ലീസ്, ദയവ് ചെയ്തിട്ട്. എന്താ സെറ്റ് ചെയ്യേണ്ടത്? എവിടേക്കാണോ നിങ്ങൾക്ക് പോവേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. ഞാനത് മനസ്സിൽ നിന്നല്ല, ഞാൻ പേപ്പറിൽ നിന്നാണ് പറയുക. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 7 ഇവിടെ എനിക്കൊരു ജീവൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ജീവൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളൊരു ഗോൾ സെറ്റിങ്ങിന്റെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തവണ പറഞ്ഞു ജീവൻ സാർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൊച്ചിയിൽ വന്ന് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ജീവൻ സാറോട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്? സാറേ മോശമാണ്, എന്താ ചെയ്യാം. അപ്പൊ പാലക്കാടൻ ഭാഷയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു,
നമ്മൾ ഇത്തവണ ഗോൾ സെറ്റിംഗ് വെക്കുന്നുണ്ട് കേട്ടോ അടുത്ത വർഷത്തേക്ക്. 2025 നമ്മുടെ കച്ചവടം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള ഗോൾ സെറ്റിംഗ് നമ്മൾ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ സാർ പറഞ്ഞു, ഞാനും എന്റെ വൈഫും ഉണ്ട് സാറേ, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരുമിച്ചാ വന്നത്, ഞങ്ങൾ ഇത്തവണ ഒറ്റയ്ക്കാണ് വരുന്നത്, അപ്പോ ഞാൻ വേറെ ഇരിക്കുന്നു എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കഴിഞ്ഞ തവണത്തെ ഗോൾ സെറ്റിങ്ങിന് തന്ന ഡയറി മുഴുവൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇത് ഫ്രീ ആയിട്ട് തരാൻ തോന്നും. കഴിഞ്ഞ തവണ ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് ഗോൾ സെറ്റിങ്ങിന് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെയ്യുന്ന ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറി എവിടെ തന്നെ ജീവൻ സാർക്ക് അറിയണ്ടാവില്ല, ജീവൻ സാർ വീഡിയോയിൽ വരില്ല കേട്ടോ, പുറത്തെവിടെയാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുണ്ട് എന്താവണം എന്നുള്ളത്, അതിനെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമുക്ക് ഒരു സെക്കൻഡിൽ 100 ചിന്തകളാണ്. ഹരിദാസേട്ട ഇപ്പൊ ഇന്ന് ചിന്തിക്കണം എന്തറിയോ, ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ട് സമാധാനം ഉണ്ടെന്ന്, വൈകുന്നേരം കൂലി കൊടുക്കണ്ടല്ലോ, നാളെ ഞാനിപ്പോ 2-ാം തീയതി ആയിട്ട് എന്താ ചെയ്യാന്ന്, വൈകുന്നേരത്തെ കൂലി കൊടുക്കാൻ എന്താ ചെയ്യാന്ന, നാളെ ഇപ്പൊ പണിക്ക് രാവിലെ ആള് വന്നില്ലെങ്കിൽ രാവിലെ 6 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന, തേങ്ങ കിട്ടാനില്ല എന്ത് ചെയ്യുന്ന. ഇത് ഇവിടെ ക്ലാസ്, ഇവിടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ശ്രീജിത്ത് കേസ് ഭയങ്കര വലിയ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ മനസ്സ് വേറെ എവിടെയാണെന്ന് ഇല്ലേ ജുഹൈൻ? അത് പറഞ്ഞപ്പോ എന്റെ മനസ്സ് പോയത് എവിടെ നിൽക്കും നിനക്കറിയാലോ. അത്രൂ ഈ മനസ്സൊന്ന് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എഴുതി വെക്കെങ്കിലും വേണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം പ്ലീസ്, ദയവ് ചെയ്തിട്ട്. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടാണ്. അത് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ പാളിച്ചകൾ പറ്റുന്നത്, പിന്നോട്ട് വരുന്നത്, ഒരു വലിവ് ഇങ്ങനെ പിന്നിലേക്ക് വരുന്നത്. രണ്ടാമത്തത്, എവിടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു കല്യാണത്തിന് പോവാൻ പുറപ്പെടുകയാണെന്ന് വെച്ചോ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു കല്യാണത്തിന് പോവാൻ പുറപ്പെടുകയാണെന്ന് വെച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങൾ ഒരുങ്ങും. അന്നിടേണ്ട ഉപയോഗിക്കേണ്ട സാരി വേണോ, ചുരിദാർ വേണോ, മറ്റെന്താ ലെഹങ്ക വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും, ഇല്ലേ? അത് ഏത് കളറാണ്? കൂട്ടുകാരുടെ ആണെങ്കിൽ വിളിച്ചു നോക്കും, എടി ഏത് കളറാ നീ ഇടുന്നത്? ഭയങ്കര പ്ലാനിങ്ങാ. ഏത് കല്യാണം അടുത്ത ആഴ്ച 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഇവിടുന്നേ തുടങ്ങും പ്ലാനിങ്. ലെഹങ്ക അല്ല, അത് ഇവിടുത്തെ ബാംഗ്ലൂർ ഒരു സ്ഥലം. ലെഹങ്ക വേണം, സാരി വേണം, ചുരിദാർ വേണം, ഏത് കളറ് വേണം, ഏത് ലെവലിലുള്ളത് വേണം എന്ന് ആദ്യം ആലോചിക്കും. ഏത് ഐഷാഡോ, ഏത് മറ്റേ ലിപ്സ്റ്റിക്ക്, എത്ര ദിവസം മുന്നേ ഹെയർ കെയർ ചെയ്യണം, കളർ അടിക്കണം, മുടിയുടെ തലപ്പത്ത് അടിക്കണോ, മുടിയുടെ സൈഡിൽ അടിക്കണോ, ഫ്രണ്ടിൽ അടിക്കണോ, അന്ന് പോകേണ്ടത് എങ്ങനെയാണ്? കാറിൽ പോകണോ, ഓട്ടോറിക്ഷയിൽ പോകണോ, ബസ്സിൽ പോകണോ? ഞാൻ സാരി കൊടുത്തിട്ട് ഞാൻ ബസ്സിൽ പോവുക, ഞാനൊരു ഓട്ടോ എടുക്കണേ, കാർ എടുത്തു, വേർത്തൊരിക്കില്ലേ, അപ്പൊ അതുകൊണ്ട് കാർ AC കാറാ നല്ലത് കുറച്ചും കൂടി. അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കും, ഒന്ന് എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യോ, അല്ലെങ്കിൽ നിർബന്ധിക്കും, നിങ്ങൾ എന്തായാലും വരണം എന്ന് കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരി പറഞ്ഞുകൊണ്ടല്ല, കാറിൽ പോയാൽ AC മറ്റേ തണുപ്പ് ചൂട് വേർക്കാതെ അവിടെ എത്താൻ പറ്റുമല്ലോ, അല്ലാണ്ട് ഭർത്താവിനുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എത്ര വെൽ പ്ലാൻഡ് ആയിരിക്കും അറിയോ? ശരിയല്ലേ ഞാൻ പറയുന്നത് ജുഹൈന? വളരെ ശരിയാണ്. ആ ഒരു ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായാൽ മതി എന്ന് ഞാൻ പറയുന്നത്. ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എന്തിനാ നിങ്ങൾ കല്യാണത്തിന് പോണത് എന്ന് ചിന്തിക്കണ പോലെ തന്നെ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? ഈ ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരും പെട്ടെന്ന് സുപ്രഭാതത്തിൽ ബിസിനസ്സുകാരായതല്ല. അവൻ എന്ത് ചെയ്തു എന്നുള്ളതിൽ ഒരു കാര്യമില്ല. ഓ സാറേ, സ്റ്റീവ് ജോബ്സ് കൃത്യമായിട്ട് ഐഫോൺ, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയപ്പോ ടീം കുക്ക് അതിനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത് കൊണ്ടാണ് സാർ ആപ്പിൾ വലിയ കമ്പനിയായത്. അല്ല കുട്ട. എലോൺ മസ്ക് ടെസ്ല കാർ ഉണ്ടാക്കി സാറേ, അല്ലെങ്കിൽ എക്സ് പുതിയ മറ്റേ ടെലിഗ്രാം എന്തായാലും പേര് എക്സ് വന്നു എന്നൊക്കെ പറയും. എന്ത് ചെയ്തു എന്നുള്ളതിലല്ല, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അവരത് എന്തിന് ചെയ്യണമെന്ന് അവര് തീരുമാനം എടുത്തിരുന്നു.
വാട്ട് എന്നുള്ളതിലല്ല, വൈ എന്നുള്ളതില്ല. ഇതിവിടെ പലർക്കും അറിയില്ല. ഇവിടെ ഇപ്പോഴും പലരും വാട്ട്, ഇപ്പൊ ഞാൻ ലീനെ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ലീനെ ഇത് പറയല്ല, ലീനെ പോലെ ഒരുപാട് പേരെ ഞാൻ കാണുന്നതാണ്. ഇത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. കസ്റ്റമർ അത് വാങ്ങാൻ താല്പര്യമുണ്ടോ, കസ്റ്റമർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, നമ്മൾ റീച്ച് ആവുന്ന, നമ്മൾ കഥ പറയുന്ന, നമ്മൾ സംസാരിക്കുന്ന, പ്രസന്റേഷൻ നടത്തുന്ന, മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് ഇത് താല്പര്യമുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. ഞാൻ എന്ത് വിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഘോരഘോരമായ സിദ്ധാന്തങ്ങൾ നടത്തും. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നു? വൈ യു ആർ സെയിങ്, വൈ യു ആർ ഡൂയിങ് ബിസിനസ്. ജുഹൈനയ്ക്ക് നിങ്ങളെ വൈ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. ജുഹൈന ഒരു 10-20 വിറ്റു. എന്തിനാ നീ ഇത് വിൽക്കുന്നത്? നിന്റെ ലക്ഷ്യങ്ങൾ, ബിസിനസ്സിന് നിന്റെ ലക്ഷ്യങ്ങൾ, ഈ കച്ചവടം നടത്തിയിട്ട് വേണം എന്റെ മക്കൾക്ക് മറ്റേ ഭക്ഷണം കഴിക്കാൻ വാങ്ങാൻ എന്നുള്ളതല്ല ചിന്ത. ഈ ബിസിനസ്, വൈ ആം ഡൂയിങ് ദിസ് ബിസിനസ്. വിജയേട്ടന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പോഴും പോകാൻ പറ്റാത്തത്, വിജയേട്ടനോട് എന്ത് തന്നെ ഉണ്ടാക്കിയാലും വിജയേട്ട അടി ഉണ്ടാക്കേണ്ടത്, അത് അങ്ങനെയല്ലേ എന്നുള്ള ഈ ജനറലൈസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ട് വരുന്ന ഒറ്റ കാരണമേ ഉള്ളൂ. ദർ ഇസ് നോ വൈ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം അതെന്തുകൊണ്ട് എന്നുള്ളതല്ല. നിങ്ങൾ ഇതെന്താ പറ്റാത്തത്, ഇതെന്താ ചെയ്ത കുഴപ്പം, ഇതെങ്ങനെയാണ്, വാട്ടാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരം ഉണ്ടാകുമ്പോൾ വിജയേട്ടൻ്റെ അടുത്ത് ക്യാപ്പ് വന്നപ്പോ സംസാരിക്കാൻ തരില്ല. ഞാൻ ക്യാപ്പ് അല്ല. ഹരിദാസേട്ടനും അതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആഷ്ലിക്ക് അതന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, എന്റെ പൊന്ന് തങ്കോ, രഞ്ജിനി മോളെ, നിനക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്താ? ഈ വൈ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? നമുക്കൊരു ലക്ഷ്യമില്ലാന്നേ. അതിന് പറ്റുന്ന നമ്മുടെ പാരന്റ്സും, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാനത് എന്റെ ജീവിതത്തിന് പറയാം. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യണതിനെ കുറിച്ച് ഞാൻ വെറുതെ സംസാരിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞ ഡയലോഗ്, നീ കാറിലോ ബസ്സിലോ പോയാൽ മതി, എന്തിനാ ഫ്ലൈറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. അത്ര നല്ല പാരന്റ്സ് ആണ് നമുക്കുള്ളത്. ഒരു പരിധിക്ക് അപ്പുറത്ത് നമ്മളെ വളരാൻ വിടാത്ത പാരന്റ്സ്. കുട്ടി വീണോന്ന് കാണുന്നതിന് മുന്നേ പോയി വാരി എടുത്തിട്ട്, കുട്ടി വീണോട്ടെ അതല്ല, കുട്ടി വീഴുമോന്ന് കരുതി വാരി എടുത്തിട്ട് അതിനെ സമാധാനിപ്പിക്കുന്ന അമ്മമാരാ. ഒരു പരിധിക്ക് അപ്പുറം നമ്മളെ വളരാൻ വിടില്ല. ആ വിജയേട്ടാ, കാര്യമുള്ളൂ. ഈ വൈ നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ ഫിക്സ് ചെയ്യാം. ആ ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പലർക്കും മുന്നോട്ട് പോവാൻ പറ്റാത്തത്. ഞാനിതിനെ കുറിച്ച് വിശദമായിട്ട് നാളെ സംസാരിക്കും. ഇപ്പൊ സംസാരിച്ച് വിശദമല്ലേന്ന് പലർക്കും ഉണ്ടാവും. അല്ല, ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാറുണ്ട്. എനിക്കറിയേണ്ടത് നിങ്ങളുടെ വൈകൾ എന്താണ്. വൈ 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 പുതിയ ആൾക്കാർ ഉത്തരം പറയേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ വൈ? പുതിയ പഴയ ആൾക്കാരെ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഹരിദാസ് ഏട്ടാ, എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല 100 ദിവസത്തിനുള്ളിൽ, അല്ലേ? ശരി, പറയൂ. എന്താണ് വഴി എന്ന് ചോദിച്ചാൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അതാണ് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ സാറ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളില് ഈ ഭഗവത്ഗീതയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, അതിന്റെ ഫലം പുറകെ വന്നോളും, ഫലത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ എപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞതും അത് തന്നെയാണ്. പണത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പക്ഷെ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പണം തന്നെ വന്നോളൂ. അതാണ് സാറ് പറഞ്ഞതിന്റെ സാരം. ഇപ്പൊ ഒറ്റയടിക്ക് സാറ് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ബിസിനസ് അതിന് നിങ്ങളെ വഴി, നിങ്ങളെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന്റെ വേ, അതാണ് ഇവിടെ പ്രോബ്ലമായിട്ട് ഇരിക്കുന്നത്.
അതെന്താണെന്ന് ചോദിച്ചാൽ അത് മറുപടി പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിനൊരു മറുപടി പറയാൻ പറ്റുമോ? എൻ്റെ അടുത്ത് മറുപടി ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, എനിബഡി, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വന്നവര് ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. ചുമ്മാ വീഡിയോ ഓഫ് ആക്കിയിട്ടിട്ട് ബെഡിൽ കിടന്നുറങ്ങുകയോ വേറെ എന്തെങ്കിലും പണിയിൽ മുഴുകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു യഥാർത്ഥ സുഖം കിട്ടില്ല. പറയൂ, എനിബഡി. യെസ് യെസ്, ചേട്ടാ പറയട്ടെ, പറയൂ സുനിൽ ഭായ്, പറയൂ. ഈ നമ്മൾ ഈ ചില ആളുകളുണ്ട് ബഹുമാനം പിടിച്ചു വാങ്ങാൻ നടക്കുന്ന ആളുകൾ. അവർ ബഹുമാനം ആഗ്രഹിക്കുകയാണ്. ഉം, നാട്ടിലെ ബഹുമാനം ഉം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഒരു ഉം, പണക്കാരനെ ബഹുമാനിക്കാൻ പഠിക്കും ഉം, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉം, പണം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ബഹുമാനം ചോദിച്ചു വാങ്ങാൻ നിൽക്കുന്ന പോലെ പണം ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ്. ഉം, നമ്മൾ ബഹുമാനിതനാവാനുള്ള നിലയിലുള്ള പെരുമാറ്റം കൊണ്ട് ആളുകൾ സ്വാഭാവികമായി നമ്മൾ ബഹുമാനിക്കും. ഉം, അതുപോലെ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ ഉം, അതിനു വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാകാനുള്ള മാർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പണം താഴെ വന്നത് അത് മാത്രമായിട്ട് ഉം. ഹെൽപ്പിയായി. യെസ് യെസ് യെസ്. ഇത് ഷംല അഭിപ്രായം പറഞ്ഞിട്ട് കടമില്ലാതെ മുന്നോട്ട് പോവുക, കടമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുക. ഒറ്റ ചോദ്യമുള്ളൂ ഷംല. ഷംലയ്ക്ക് ഇപ്പൊ എത്ര രൂപ കടമുണ്ട്? ഞാൻ ഷംലയോട് ഉത്തരം പറഞ്ഞല്ലോ, ബാക്കിയുള്ളൊരു ഉത്തരം പറയും. ഉം. സുനിൽ ഭായ്, വീഡിയോ ഓഫ് ആക്കിയില്ലെങ്കിൽ അട്ടി കിട്ടുന്നത്. ബൈക്കിൽ ഇരുന്നിട്ട് വീഡിയോ ഓൺ ആക്കി പറയും. വേറെ ആർക്കൊന്നും പറയാനില്ല. ഞാനൊരു കാര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആൾക്കാർ ഇങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ അടുത്ത പരിപാടി ഒന്ന് ഞായറാഴ്ചയാണ്, സുഖമായിട്ട് കടതുറങ്ങേണ്ട ദിവസമാണ്. ആ, നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് പുതിയ എന്തോ കാര്യങ്ങൾ കിട്ടാനല്ലേ? എന്താ വേണ്ടെന്ന് പറയാനേ. ലീന പറയൂ, ലീന. അല്ലെങ്കിൽ ആരെയൊക്കെ ഞാൻ പേര് വിളിച്ചിട്ട് ഇപ്പൊ ശല്യപ്പെടുത്തും. പറയാം, പുതിയ ആൾക്കാരെ, എനിക്ക് പേര് പരിചയമില്ലാത്ത കുറെ ആൾക്കാരെ വിളിക്കട്ടെ. സയ്യിദ് മുഹമ്മദ് പറയും. സയ്യിദ് മുഹമ്മദ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും, നമുക്കിത് സോൾവ് ആക്കാം. പറയും സയ്യിദ്. ആ, താങ്കളെ തന്നെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. റീറ്റെയിലിങ്ങും പ്രോസ്പെക്ടിങ്ങും ബിസിനസ് നടക്കാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ, സെയിൽസ് ക്ലോസ് ആവുക, ആ, പ്രോസ്പെക്ട് ക്ലോസ് ആവാതിരിക്കുക. അതിനുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ വന്നത്. ഓക്കെ. അതായത് പ്രോസ്പെക്ടിങ്ങും സെയിൽസും പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണല്ലേ സയ്യിദ്ക്ക വന്നത്? അതെ. സയ്യിദ്ക്ക, ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നിങ്ങൾ ഈ പരിപാടി നടത്തുന്നുണ്ട്, അതായത് നിങ്ങളുടെ കച്ചവടമല്ലേ, ഇൻഡസ് വിവല്ലേ? സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ഇൻഡസ് വിവയിൽ നിങ്ങൾ തുടങ്ങാനുള്ള നിങ്ങളുടെ കാരണം എന്താ? എനിക്ക് കാരണം പറഞ്ഞാൽ ജോലി ചെയ്ത് മടുത്തു. അപ്പൊ ബിസിനസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് ബിസിനസ് വന്നത്. ഓക്കെ. ജോലി എന്തായിരുന്നു? ജോലി ഹോട്ടൽ ഫീൽഡിലായിരുന്നു. ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു. അതിലും സുഖമാണോ ഇൻഡസ് വിവ? അതിലും സുഖ അല്ല, ഇൻഡസ് അല്ല. നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ട് മടുത്ത കാരണം കൂടി ബിസിനസിന്റെ ഒരു മേഖല അറിഞ്ഞപ്പോ അതിൽ വന്നത്. എനിക്ക് സയ്യിദ്ക്കോട് ഒരു 3 ചോദ്യമുണ്ട്. ഓക്കെ, 3 നിങ്ങൾ ഉത്തരം തരണം. 1, നിങ്ങൾ അടുത്തൊരു വർഷത്തിൽ എത്ര രൂപയുടെ കച്ചവടം ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്ലാൻ? 2025 ഡിസംബർ 31. ഇന്നിപ്പോ ഇവിടെ ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞായറാഴ്ചയായിട്ട് ഒരു മീറ്റിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എവിടെ? പട്ടാമ്പിയില്. എവിടെ ഇപ്പൊ വീട്? എവിടെയാ വീട്? മലപ്പുറം ജില്ലയില് പൊന്നാനി അല്ലെ? പൊന്നാനിന്ന് പട്ടാമ്പിക്കുള്ള ബസ് കൃത്യമായിട്ട് അറിയാലോ അല്ലെ? അതെ. അപ്പോൾ പട്ടാമ്പി എവിടെയെന്ന് കൃത്യമായിട്ട് അറിയാലോ അല്ലെ? അതെ അറിയാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം എത്ര റുപ്യ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചത്? കച്ചവടം
കിട്ടാൻ എത്രയെന്ന് നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാരണം കൊണ്ട് ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് കച്ചവടത്തിൽ നമ്മൾ മെച്ചപ്പെടാത്തത്. നമ്പർ വൺ ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടാമത്തത്, നിങ്ങൾ ഈ പറയുന്ന, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫിഗർ ഉണ്ട് എന്ന് വെക്കാം അടുത്ത വർഷത്തേക്ക്, ആ ഫിഗർ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇങ്ങനെ ഇതിനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ. പഠിക്കണ കാലത്ത് നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, കണക്ക് പഠിച്ചിട്ടുണ്ട്, സിവിക്സ് പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? സിവിക്സ് 8ാം ക്ലാസ്സിലായിട്ട് ഉണ്ടായിരുന്ന സബ്ജക്റ്റാ സിവിക്സ്, അല്ലേ? സാമൂഹ്യ പാഠം നമ്മൾ 4ാം ക്ലാസ്സിൽ തൊട്ടിട്ട് പിന്നെ അത് പേര് മാറിയിട്ട് വേറെ എന്തൊക്കെയായി, അല്ലേ? ഇതൊക്കെ എന്തിനാ പഠിച്ച്? ഇതൊക്കെ നമ്മള് പഠിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ കോടീശ്വരന്മാരാ. ശരിയല്ലേ? എലോൺ മസ്കിനൊക്കെ അപ്പുറത്ത് വെക്കുന്ന സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ആവാത്തെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സയ്യിദ്ക്ക, നിങ്ങള് പട്ടാമ്പിക്ക് പോവാ അങ്ങനെ കാളവണ്ടിയാണ് വിളിക്കണേ? കാളവണ്ടി അല്ലല്ലേ, നമ്മള് 2 വീലറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോണം. ബസ്സിലോ 2 വീലറിലോ പോവാറ് അല്ലേ? നമ്മൾക്ക് പണ്ട് കാലത്ത് നമ്മൾ കാളവണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള, നമ്മുടെ നാട്ടിൻ പുറത്ത് കാളവണ്ടി ആയിരുന്നല്ലോ. അതെ. നമ്മൾ കാളവണ്ടി അല്ലല്ലോ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അല്ല. അതാണ് തിരിച്ചറിവ്. കാളവണ്ടി ഇപ്പൊ ഉണ്ട്, ബസ്സും ഉണ്ട്, സ്കൂട്ടറും ഉണ്ട്, കാറും ഉണ്ട്. കാറിന് പോയാൽ കാശ് കൂടും, 2 വീലറിനാണെങ്കിൽ കുറച്ച് കുറവാണ്, ബസ്സിനാണെങ്കിൽ തീരെ കുറവാണ്. കാളവണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതൊരു അറിവല്ലേ? ഇതൊരു തിരിച്ചറിവല്ലേ? ഈ തിരിച്ചറിവിനെ നിങ്ങളുടെ പട്ടാമ്പിയിലേക്ക് എത്തിക്കാനുള്ള രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുക. ഇത് രണ്ടും നമുക്കില്ല. ഉണ്ടോ? എങ്ങനെ പോണ്ടെന്ന് അറിയില്ല, എവിടേക്കാ പോണ്ടെന്നും അറിയില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് എന്തിനാ പോണെന്ന് നിങ്ങൾക്ക് അറിയോ? അതായത് എന്തിനാ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് കാശ് അധികം ഉണ്ടാക്കാൻ പറ്റും, കുറച്ചും കൂടി സുഖമായിട്ട് സമാധാനപരമായിട്ട് ഇരിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്നിട്ടോ എത്രണ്ടാ? എത്തില്ല. എന്റെ പൊന്ന് സൈദിക്കയ്ക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടെന്ന് അറിയില്ല, എങ്ങനെ പോണ്ടെന്ന് അറിയില്ല, എന്തിനാ പോണെന്ന് അറിയില്ല. ഈ 3 കാര്യത്തിൽ ക്ലാരിറ്റി വരാണ്ട് നിങ്ങൾ ബിസിനസ് റൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചേട്ടയ്ക്ക് ചിലപ്പോൾ ചക്ക വീഴുമ്പോൾ മോയലൊക്കെ ചാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കച്ചവടം ചെയ്യണതാ എന്നൊക്കെ പറയും. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ട് കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഒന്ന് നാളെയെ കുറിച്ച്, ഒന്ന് ഇന്നിനെ കുറിച്ച്. അവിടെ ചിലരുണ്ട്, ഞാൻ പണ്ടത്തെ വലിയ കൊറോണയ്ക്ക് മുന്നേ ഞാൻ ഭയങ്കര സംഭവമായിരുന്നു, എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇങ്ങനെ പറയുക, തിരിഞ്ഞോക്കി നടന്നങ്ങൾ എത്തേണ്ടോടത്തെത്തില്ല. അതായത് ഞാൻ പാസ്റ്റിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇപ്പൊ ചിലരൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും ഞാൻ എന്റെ പൊന്നെ പാസ്റ്റിന് അന്ന് ഞാൻ എന്റെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങും. പ്രത്യേകിച്ച് ചില സ്ത്രീകൾ, എന്റെ അന്ന് അവൻ തേച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങും. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല. ഒറ്റ കാര്യമൊക്കെ പറയുള്ളൂ, തിരിഞ്ഞോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തേണ്ടോടത്തെത്തില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? സ്പീഡ് കുറയോ? ഇന്ന് മുന്നോട്ട് നോക്കിയിട്ടാണ് നടന്നു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ, വഴി നോക്കി നടന്നു കഴിഞ്ഞാൽ മുന്നോട്ടെത്തൂ. ഇത് മോട്ടിവേഷൻ പ്രസംഗമൊന്നുമല്ല കേട്ടോ, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്ക് ഈ പ്രശ്നമുണ്ട്. എന്താണ്? എന്തിനാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല, എന്ത് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല, എങ്ങനെ പോകണമെന്നും അറിയില്ല. ഇത് ആദ്യം ഉണ്ടാക്കി. ഇന്നൊക്കെ നിങ്ങളോട് പറയാനുള്ളത് സേദിക്കാനോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കും. ഞാൻ എന്തിനാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്? ബിസിനസ് റൺ ചെയ്യുന്നത് എന്തിനാണ്? എവിടേക്കാണ് ഞാൻ എത്തേണ്ടത്? ഞാൻ 1 വർഷം കൊണ്ട് എവിടെ എത്തണം, 5 വർഷം കൊണ്ട് എവിടെ എത്തണം, 10 വർഷം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കൃത്യമായ പ്ലാൻ. എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അന്ന് ഞാൻ അവിടെ എത്താൻ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം? ഈ 3 കാര്യങ്ങൾ സയ്യിദ്ക്ക മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്.
ഇതാണ്. അല്ലാണ്ട് 6 മണിക്ക് വന്നിട്ട് 7 മണി വരെ മറ്റേ ചെവി അടക്കി പിടിച്ച് കണ്ണ് മറ്റേ വീഡിയോ അടച്ചു പിടിച്ചിട്ട് മുണ്ടാണ്ടിരുന്ന് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളുടെ അടുത്ത് 150 ഐഡിയ ഉണ്ടാവും. നിങ്ങൾ ഐഡിയയിൽ ഭയങ്കര വലിയ സമ്പന്നനായിരിക്കും. നിങ്ങളുടെ അടുത്ത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടാവും, ഭയങ്കര ക്വാളിറ്റി സാധന സാറേ. ഈ ഹെൽത്ത് സപ്ലിമെന്റ് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഏത് അസുഖത്തിനും ഇതിന് മരുന്നുണ്ട് സാറേ. ഒരു കാര്യമില്ല സാറേ. നിങ്ങളുടെ അടുത്ത് എത്ര വലിയ മരുന്നുണ്ടായിട്ടും കാര്യമില്ല. സുരേഷ് ഏട്ടന്റെ അടുക്കളയിൽ എന്തോരം നല്ല ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഹരിദാസ് ഏട്ടൻ എത്ര നല്ല കോക്കനട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. എന്റെ പൊന്ന് വിജയേട്ടങ്ങൾ മരത്തിന്റെ ഫോട്ടോ തിരിച്ചു പിടിച്ച് സ്റ്റാറ്റസ് ഇട്ടോണ്ടൊന്നും കാര്യമില്ല. ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് വിൽക്കാൻ പഠിക്കണം. അത് എങ്ങനെ വിൽക്കാൻ പഠിക്കണം, എന്തുകൊണ്ട് ഞാൻ വിൽക്കണം എന്ന് പഠിക്കണം. അതാ ബിസിനസ്. അല്ലാണ്ട് ഇത് കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് 6 മണി ഞായറാഴ്ച ദിവസം രാവിലെ കടന്നുറങ്ങേണ്ട ദിവസം 10-30 പേര് ഇവിടെ വന്നിട്ട് ചുമ്മാ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് ആ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതാണ് സത്യം. എന്റെ സമയം പോവും, നിങ്ങളുടെ സമയം പോവും. ജുഹൈന ഇവിടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിരുന്നു. ജുഹൈനയ്ക്ക് എങ്ങനെ 100 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് അറിയോ? ജുഹൈന ഉള്ളിന്നാണ്, അതായത് ഇങ്ങനെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ജുഹൈനയുടെ ഓരോ ക്ലാസ് ജുഹൈന ഇരിക്കാൻ പറ്റുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതിന്റെ മാറ്റം ജുഹൈനയ്ക്ക് വരും, ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വരും. എങ്ങനെ? വൺസ് യു എക്സിക്യൂട്ട് ഇറ്റ്. ചെയ്യണം. ബിസിനസ്സുകാരെ ഇവിടെ തോൽക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ ചെയ്യാത്തത് കൊണ്ടാണ്. എനിക്കെല്ലാം അറിയാം സാറേ. സാറൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനൊക്കെ ഇത് എത്ര കൊല്ലായി അറിയാം എക്സ്പീരിയൻസ് ചെയ്തിട്ട്, എത്ര കാലായി. സെയിൽസ് ഒക്കെ എന്ത് പഠിക്കാൻ, അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കണം. അല്ലെ പിന്നെ ഡയലോഗ് അടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കണം. അല്ലെ പിന്നെ ഡയലോഗ് അടിക്കും. ഞാൻ നിർത്തി. സുരേഷ് ഏട്ടാ പറയൂ. സുരേഷ്, ഞാൻ നിർത്തി, നിങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനത്തെ ഡയലോഗ് നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞാട്ടോ. അതെനിക്ക് മനസ്സിലായി. അവസാനത്തെ മാത്രല്ല, അതിലെ കുറെ കാര്യങ്ങള് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കുറെ ജഗതിമാര് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പല ജഗതികളും പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഞാനേ വളരെ ഓപ്പൺ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിർത്തിയതാ, എന്നാലും വീണ്ടും തുടങ്ങും. പണ്ട് കൂട്ടുകാരായിട്ട് സ്കൂള് വിട്ട് വരുന്ന സമയത്ത്, ഇവിടെ ഇപ്പോഴത്തെ എത്ര കാലം ഉണ്ടെന്ന് അറിയാം, ഇപ്പോഴത്തെ ആൾക്കാരെ എനിക്കറിയില്ല. ഞാനൊക്കെ ഒരു 2-2.5 കിലോമീറ്റർ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിച്ച ആളാണ്. സ്കൂള് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരായിട്ട് ഒരുമിച്ചാണ് നമ്മൾ പോരുന്നതെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും ചിലപ്പോ ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. നടന്നിട്ടാണ് വരിക. മറിച്ച് കൂട്ടുകാരൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് വരണമെന്ന് തീരുമാനിച്ചു, ഓടി വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടും. 15 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് ഞാൻ എത്താറുണ്ട്. ഇവിടെ എപ്പോഴും നമ്മൾ ബിസിനസ്സുകാർ ഇവിടെ ഇരിക്കുന്നവരുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കൊരു കൂട്ടിന് വേണ്ടി 10 ആളെ കൂട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ജോലിക്കാരായിട്ട് കണക്കാക്കാം, നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് കണക്കാക്കാം, നമ്മുടെ കൂട്ടുകാരായിട്ട് കണക്കാക്കാം, നമ്മുടെ ഒപ്പമുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് കണക്കാക്കാം, ആരും ആയിക്കോട്ടെ. ഇവരൊക്കെ കൂട്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നത്. കുട്ടികളെയും കൂട്ടിയിട്ട് പൂരപ്പറമ്പേക്ക് പോണ പോലെയാണ്. അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബലൂണും ഐസ് മിഠായി ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം മറ്റേ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രനെ കാണാനായിരിക്കും. അവൻ അതൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോ ലക്ഷ്യം നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ ഓടുക, ഒപ്പം നാട്ടുകാരെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? എന്താ സുരേഷ് ഏട്ടൻ എന്തെങ്കിലും പറയാണ്ടോ ഇതിനെ കുറിച്ചിട്ട്? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പണ്ട് അച്ഛന്മാർ എന്തുകൊണ്ടാണ് നമ്മളെ എന്റെ അച്ഛൻ്റെ എന്തുകൊണ്ട് എന്നെ പൂരത്തിന് കൊണ്ടുപോകാതിരുന്നു ഇപ്പൊക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ പോകുന്നത് പൂരം കാണാനല്ല. ഐസ് കിട്ടുമെന്ന്, ഐസ് തിന്നാൻ കിട്ടുമോ?
മറ്റേ ബലൂണ് കിട്ടുമോ, വിസിൽ കിട്ടുമോ എന്നൊക്കെ അറിയാനാ. അച്ഛൻ പോണത് പൂരം കാണാനാ. പൂരം കാണുക പറഞ്ഞാൽ അച്ഛന് പ്രധാനപ്പെട്ട പറഞ്ഞാൽ അവിടുത്തെ ആന, അവിടുത്തെ കൊട്ട്, അവിടുത്തെ പഞ്ചവാദ്യം, അങ്ങനത്തെ കാര്യങ്ങളാണ്. നമുക്കിതിലൊന്നും താല്പര്യമില്ല. അച്ഛന്റെ കാര്യം നടക്കില്ല, എന്റെ കാര്യം നടക്കില്ല. പറയും അങ്ങനെ എത്ര പേര് ആളെ കൂട്ടി ഒപ്പം കൂട്ടി നടക്കേണ്ടത് ഇവിടെ ഞാൻ പറയാം. ഇവിടുത്തെ ബിസിനസ് ഫെയിൽ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ്, ഒപ്പം ഒരു 10 ആളെ കൂട്ടും നമ്മുടെ കച്ചവടത്തിന്. അവർ പിന്നിലേക്ക് പിടിച്ച് വലിക്കാന്നല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്പർ 1. നമ്പർ 2, നമുക്കിത് എവിടേക്കാ പോകേണ്ടത് നമുക്ക് അറിയില്ല. ഹരിദാസേട്ടനോട് നവീൻ ഭായ് എപ്പോഴും പറയുന്നതാണ്, ഇത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഹരിദാസേ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഹരിദാസേട്ടൻ എന്ന് പറയുമ്പോൾ ഹരിദാസേട്ടന്റെ മനസ്സിൽ ഇത് കോടിക്കണക്കിനാ തോന്നണ്ടേ? ഹരിദാസേട്ടൻ ചിന്തിക്കണമെന്ന് ഈ മാസം ശമ്പളം കൊടുക്കാനുള്ള കാശ് കിട്ടുമെന്നാ. ബാക്കി മനോജ്, ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കാൻ പോകും. മനോജ് പറയൂ. മനോജ് എം.ആർ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്താ? ഡിജിൻ, ഇതൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് കൂടിയാ. ബിസിനസ് എന്ന് പറയുന്നത് വളരുന്നത് നിങ്ങളെ അറിയുന്നത് കൂടിയാണ്. ഞാൻ ഇന്നലെ ഗ്രൂപ്പില് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയൊരു മെസ്സേജ് ഇട്ടു. ഒരാള് പോലും അതിൽ അവനവനെ പരിചയപ്പെടുത്തി മെസ്സേജ് ഇട്ടില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ബിസിനസ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആർക്കും ആഗ്രഹമില്ല. 10 ആളായിട്ട് കണക്ട് ചെയ്ത് ബിസിനസ് ഈസ് നെറ്റ്വർക്കിംഗ് അല്ലെ ഹരിദാസേട്ട? ഇവിടെ വന്നത് കൊണ്ടാണ് ഹരിദാസേട്ട എന്താ വേർഡ് ഉപയോഗിച്ച ഫാമിലി. ഞാൻ ഒരിക്കലും ഇന്ന് വരെ ഞാൻ ഈ ഗ്രൂപ്പിനെ ഞാൻ ഫാമിലി ഇതാക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഹരിദാസേട്ടൻ പറഞ്ഞു ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത്. ഇറ്റ്സ് നെറ്റ്വർക്കിംഗ്. ആ ബിസിനസ് ഈസ് നെറ്റ്വർക്കിംഗ്. ഒരു സ്വന്തം പേര് പോലും പറയാൻ പറ്റാത്തവരാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാവും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ രാവിലെ വിളിച്ചിട്ട് ഞായറാഴ്ച വിളിച്ചിട്ട് ചീത്ത വിളിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ പ്ലീസ്. പറഞ്ഞു, ഞാൻ മിണ്ടുന്നില്ല. എന്ത് വിജയേട്ടൊന്നും മിണ്ടാത്തെന്ന്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന പറയും. നമ്മുടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, മറ്റുള്ളവർക്ക് പറയാൻ അങ്ങനെ സമയം കളയാൻ ഇവിടെ സംസാരിക്കാം. അവനവന്റെ സമയം പറയും. അല്ല, നമ്മള് ഇന്ന് എത്തി നിൽക്കുന്നത് എന്തായാലും എല്ലാവരും അങ്ങനെ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ബിസിനസിനെ പറ്റി അത് വളരുവാന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണല്ലോ എല്ലാവരും വരുന്നത്. ഞാൻ എത്തിപ്പെടുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്, ഞാൻ മുന്നോട്ട് പോണ കാര്യമല്ലേ പറഞ്ഞത്. അതെ, അതിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ആ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ കൂടെ നടക്കാനാ തയ്യാറാവുക. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഓർമ്മയില്ലേ? പക്ഷെ എന്നെ സംബന്ധിച്ചോളം വിജയേട്ടനെ നന്നാക്കി, വിജയേട്ടൻ നന്നാവുന്നല്ല, സ്വഭാവം നന്നാക്കലല്ല. ഞാൻ നന്നാവും, നിങ്ങളില്ലെങ്കിലും ഞാൻ നന്നാവും. അതാണ് ഹരിദാസേട്ട കോൺഫിഡൻസ് ഉണ്ടല്ലോ കേട്ടോ. വിജയേട്ടൻ ഇന്നു മുതൽ നന്നായി. നിങ്ങൾ BMW കാർ വാങ്ങിക്കൊടുക്കാൻ അന്നത്തെ മുതൽ നന്നായി. അതാണ്, ഒരു BMW കാർ വാങ്ങിക്കൊടുക്കുക, ഭാര്യയും കുട്ടികളും കൊണ്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക മാധ്യമം ഇയാൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇയാൾ നന്നാവും. വിജയ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വിജയേട്ടനെ. നിങ്ങൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വിജയേട്ടൻ. അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊന്നല്ല. ഒരു BMW യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ ചിലപ്പോ എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ സൈക്കിൾ ഓടിക്കാൻ തയ്യാറാവും. വിജയേട്ടാ, ഞാൻ BMW കാറിൽ സഞ്ചരിക്കുന്ന കാര്യമല്ല പറഞ്ഞ, വിജയേട്ടന് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടെന്നുള്ള തോന്നലാണ് നമ്മുടെ പട്ടാമ്പിക്കാരൻ VPM ഓൺലൈൻ, ഇവര് പേരെനിക്ക് അറിയില്ല, പറയും. ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലൊന്നും ഞാൻ ഈ ബിസിനസിനെ കാണുന്നില്ല. എന്റെ പേര് ഇബ്രാഹിം. ഇബ്രാഹിം. ഹലോ, ഇബ്രാഹിം. ഞാനേ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. ചെറുപ്പം കൊച്ചായിരിക്കുമ്പോ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ വഴിക്ക് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച ഒരു നാട്ടുമ്പുറത്തെ ഒരു സംരംഭകനാണ് ഞാൻ. 10ാം ക്ലാസ്സും കുട്ടി കഴിഞ്ഞിട്ടേ അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങനെ
ഓരോ ബിസിനസ്സിൽ ഓരോ രീതിയിലും മാറ്റങ്ങൾ വരുമല്ലോ. ആ മാറ്റങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് BPM എന്നുള്ളത്. പട്ടാമ്പിയിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് രാവിലെ ഉണ്ടാകുന്ന ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതാണ്. അതായത് ലാഭനഷ്ടം നോക്കിയിട്ടല്ല, ഒരാളെ പ്രയാസങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ്സിൽ ഇപ്പോ എന്റെ ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ അപ്പുറത്ത് നെസ്റ്റോ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് വേറെ V5 ഉണ്ട്, അതിന്റെ അപ്പുറത്ത് കുടുംബിനി ഉണ്ട്. ഇവരൊക്കെ ഇടയിൽ ഞാനൊരു 20 ലക്ഷം 15 ലക്ഷത്തിന്റെ ഇടയിൽ എന്റെ റീറ്റെയിൽ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സാറ് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ്. അതിന് ഞാൻ നിങ്ങളാ പറഞ്ഞതിനെ 100% അംഗീകരിക്കുന്നു. പക്ഷെ ഇതിനെ ഒരുപാട് ആളുകൾ നമ്മളിപ്പോ പലപ്പോഴും എന്നും ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ, പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടും നമ്മളെ ആളുകളെ അങ്ങനെയുള്ള കുറെ സഹായിക്കല്. പക്ഷെ ഇന്നൊക്കെ ആളുകൾക്ക് ഈ ക്രെഡിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ആളുകൾ തിരിച്ചാ കിട്ടാത്ത കടം കൊടുത്തിട്ടുണ്ടെച്ചാൽ തിരിച്ചു തരാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് 100% യോജിപ്പാണ്. സർവീസായി നമ്മുടെ ജീവിതം, നമ്മുടെ ബിസിനസ് ഒരു സർവീസായിട്ട് കാണാം. അത് ഈ സർവീസ് എന്നല്ല, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ സ്റ്റാഫുകളുടെ ആത്മാർത്ഥമല്ലാതെ, നമ്മൾ ജോലിക്കാരനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് തൊഴിലാണെങ്കിലും അതിൽ കമ്മിറ്റ്മെന്റ് ആയി അതിൽ ആത്മാർത്ഥത കാണിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും കഴിയുന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ. പലരും പരാജയപ്പെടുന്നത് അവനവന്റെ തൊഴിലില്, അവനവന്റെ ബിസിനസ്സിൽ ആ ഒരു തൻ്റെ സൗകര്യങ്ങളും തൻ്റെ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടുള്ള മതി മറ്റുള്ളവരുടെ നമ്മളെ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ പല സമയത്തും നമുക്ക് അത്രയും ഷോപ്പ് വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കി വരാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രളയ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സൊക്കെ കഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ആ കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങളൊക്കെ ലഭ്യമാക്കി. അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് ഒരാളും പുറത്തിറങ്ങാത്ത സമയത്ത് പോലും ഞങ്ങള് ഒരു ടീം വർക്കായിട്ട് ഞങ്ങള് എല്ലാ വീടുകളിലും സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്മരണയാണ് ഇപ്പോഴും ഈ ബിസിനസ് തകർന്നടിഞ്ഞ ഈ സമയത്തും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ജനപിന്തുണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നത് അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. എന്തായാലും ഞങ്ങൾക്കുള്ള സമയം എന്റെ പറഞ്ഞിട്ട് കളയണില്ല. ഞാൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ വെച്ചാല് രാവിലെ ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു ഡയറക്ട് സെല്ലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. MI ലൈഫ് കമ്പനിയുടെ MI ലൈഫ് സ്റ്റേറ്റ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര സാധ്യതയുള്ള സംഭവമാണ്. ഞാൻ പഠിച്ചു വന്നപ്പോ നമ്മൾ ഇന്ന് പിന്നെ പരസ്യങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് പരസ്യങ്ങൾ 30% ചെലവഴിച്ചിട്ട് വിപണനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ പിന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഭയങ്കര കെമിക്കലും കാര്യങ്ങളുമാണല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ തിരിച്ചറിവ്, പിന്നെ അതുപോലെ നമ്മൾ താഴെ കടയിലുള്ള ആളുകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സഹായം, അങ്ങനെയൊക്കെ ഒരു ഇതോട് കൂടിയിട്ടാണ് അതും ചെയ്തത്. അപ്പൊ അതിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടാവും. അപ്പൊ അതാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ആ മീറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഇരിക്കാറുണ്ട്. ഞങ്ങള് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, കച്ചവടത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. ഓൾറെഡി എന്റെ ക്ലാസ് അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പല ആളുകളും പല രംഗത്തുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനൊക്കെ അതാണ് കൂടുതൽ സഹായമാവുക. അപ്പൊ നാളെ മുതൽ ഞാൻ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു. പുതിയ ആളുകളുമായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാകാൻ കഴിയില്ല.
അതാ സുനിലേട്ടാ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞത്, പക്ഷെ അത് പലർക്കും മനസ്സിലായിട്ടില്ല. എങ്ങനെ അല്ല ഇബ്രാഹിം ഭായിയെ കുറിച്ചല്ല, മൊത്തത്തിലുള്ള ആൾക്കാരെ കുറിച്ച്. മനോജ് ചേട്ടൻ അടക്കമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഈ മനോജ് എം ആർ എന്നുള്ളത് മനോജേട്ടനല്ലേ? അത് തന്നെ നമ്മുടെ ആ മനോജ്. ഞാൻ പേര് വിളിച്ച് വന്നില്ല, എനിക്ക് മനസ്സിലായ ആളെ മുണ്ടിയില്ല. യെസ്, എനിബഡി വേറെ? ഇതൊരു ഈ ഇവിടെ വരുന്നത് ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോ ഇബ്രാഹിം ഭായ് അദ്ദേഹത്തിന്റെ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു. യെസ് വിജയേട്ടൻ പറയില്ല. നമ്മള് പരാജയം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. അത്ര ഞാൻ പരാജയം എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ലല്ലോ. അതെനിക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? നമുക്കൊരു ജയിക്കാൻ വിജയേട്ടാ, ഞാനത് 100% ഞാൻ താങ്കളോട് അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങോട്ടും കൂടെ അംഗീകരിക്കാറില്ല, എന്തായാലും പറയാം. പരാജയം എന്ന് ഞാൻ ഒരിക്കലും ഹരിദാസേട്ടൻ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ നിന്നുപോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നമ്മുടെ ഒരു ബിസിനസ്സും പരാജയപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 2018 ഞാൻ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ടതാണ്. പക്ഷേ പരാജയമല്ല, നമ്മളത് ലേണിംഗ് തന്നെയാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ലേണിംഗ് അല്ലെങ്കിൽ നമുക്ക് ഏണിംഗ്, ഇത് രണ്ടേ നടക്കുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ്. നമ്മൾ ഒന്നില്ലെങ്കിൽ പൈസ ഉണ്ടാക്കും, സമ്പാദിക്കുന്നു. പൈസ എന്നുള്ളതല്ല, എന്തും സമ്പാദിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുന്നു. പരാജയമായിട്ട് കണക്കാക്കേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നുണ്ട് അറിയോ വിജയേട്ടാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത. ഇപ്പൊ ഈ 10-25 ആൾക്കാർ 20-30 ആൾക്കാർ വന്നപ്പോൾ ഇവരൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയ പോലെ തന്നെയാണ് ഇവരൊക്കെ. ഭയങ്കര പൊട്ടൻഷ്യലാണ്. കാര്യങ്ങളൊക്കെ അറിയാം, കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര പൊട്ടൻഷ്യൽ. അവർക്ക് ഇത് ചെയ്യണമെന്നുള്ള രാവിലെ 6 മണിക്ക് ക്ലാസ് വന്നിരിക്കുക എന്ന് പറയും വിജയേട്ടൻ. നമ്മൾ വന്നിരിക്കുന്ന പോലെ അല്ല അവിടെ പലരും വരുന്നത്. അവർക്ക് അതിനോടുള്ള ഒരു വല്ലാത്ത അഭിവാജ്ഞ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാല് ഇത് മാത്രമേ ഉള്ളിലുള്ളൂ, അത് വേണമെന്നേ ഉള്ളുള്ളൂ, അത് ചെയ്യുന്നില്ല. ഞാൻ ശ്രമിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇപ്പോ ഇബ്രാഹിം ഭായി പറഞ്ഞ പോലെ എന്റെ സഹായം എന്ന് പറയുന്ന ആളുകൾക്കുള്ള സഹായം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ചെയ്യുന്ന പറയലാ, അത് ചെയ്യാൻ സഹായിക്കല. സുരേഷ് ഏട്ടന് രാവിലെ എൻ്റെ അടുത്ത് വയറ് നിറച്ച് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഓരോരുത്തർക്കും ഡെയിലി കിട്ടുള്ളൂ. ഒരു കാര്യം, നമുക്ക് പിന്തിരിയാൻ എളുപ്പമാണ്. പിന്തിരിയാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും വലിയ മനസ്സിൽ വലിയ കാര്യങ്ങൾ വെച്ച് പിന്തിരിയാൻ എളുപ്പമാണ്. അതിലല്ലല്ലോ കാര്യം. നമ്മൾ മുന്നോട്ട് പോവാനല്ലേ നമുക്ക് വേണ്ടത്. അതാണ് വിജയേട്ടൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പരാജയം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ്. ഞാൻ പറയുന്നത് മെല്ലെപ്പോക്ക്, തട്ടിത്തറഞ്ഞു നിൽക്കല്, ഇതാ എന്റെ പ്രശ്നം. പ്രതികാരം നാളെ ആവാം എന്ന് പറഞ്ഞിരിക്കും. 2 തരത്തിലുള്ള ബിസിനസ്സുകാരാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലല്ല, അവരുടെ ബിസിനസ്സിലല്ല, അവരുടെ ജീവിതത്തിൽ തന്നെ. എല്ലാവരും തിരിച്ചറിയും, അതിന്റെ മുകളിൽ ഒരു അന്വേഷണം നടത്തും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഗ്രൂപ്പുകളുടെ കാര്യങ്ങളില്. പക്ഷെ അത് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. എന്താ പറയാ വിജയേട്ടാ, നമ്മുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ ബിസ് ഗ്രൂപ്പിൽ ഏതായിക്കോട്ടെ, നിങ്ങൾ ഈ ഇരിക്കുന്നത് പോലും ഈ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കണക്കാക്കുന്ന ഒരാൾക്കുണ്ടല്ലോ. ഈ ഇരിക്കുന്ന 1 മണിക്കൂർ സമയം പോലും എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, എന്റെ ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചിന്തിക്കുന്നവർ അവൻ വിജയിക്കും. മറിച്ച് രാവിലെ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഏതോ ഒരു ചങ്ങായി ഇരുന്ന് സംസാരിക്കണം, അവന്റെ കേൾക്കാം എന്നാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ചെലവാണ്, സമയം ചെലവഴിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ രക്ഷപ്പെടില്ല. അത് പൈസയുടെ കാര്യത്തിൽ അതെ. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഞാൻ പറയാം, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ 2 തരത്തിലാ. നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ എങ്ങനെയാണ്, നിങ്ങൾ എത്ര രൂപ ചെലവാക്കാനും തയ്യാറാ? വിജയേട്ടനാണെങ്കിലും ആരാണെങ്കിലും അല്ലെ, എത്ര രൂപ അത് നിങ്ങൾ ചെലവായിട്ടാണോ കാണുന്നത്? അല്ല, മക്കൾക്ക് ഇൻവെസ്റ്റ്മെന്റാ. മക്കളെ പഠിപ്പിക്കണം, മക്കൾ കയറി വരണം, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറിച്ച് നിങ്ങൾ തിരിച്ചു ആലോചിച്ചോക്ക്, ഇത് ചെലവായിട്ട് കണ്ടിരുന്നെങ്കിലോ? പലരും മക്കളെ വളർത്തുന്നത് ചെലവായിട്ട് കാണുന്നവര്, അവര് മറ്റേ ക്രൂരനായ തന്താന്നല്ലേ പറയല് നമ്മുടെ നാട്ടില്. മക്കളെ വളർത്തുന്നതിന് ചെലവായിട്ട് കാണുന്നവര്, അതന്നെ വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റ് നിർത്തിക്കോട്ടെ. നമ്മൾ ബിസിനസ്സുകാർ പാളുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യം കണ്ട. ഒന്ന് ഇനീഷ്യൽ എന്തൂസിയാസം എന്ന് പറയുന്ന സാധനം, 2 പ്രോക്രാസിനേഷനും.
ഒന്ന് ഭയങ്കര ചാടി കളിച്ചു. ഹരിദാസേട്ടന് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഭയങ്കര ആദ്യമൊക്കെ തുടക്കത്തിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ കാണാതായ ഒരു 2-3-4 ആൾക്കാരെ അറിയണ്ടാവും. ഹരിദാസേട്ടന് പേര് ഓർമ്മ ഉണ്ടാവും പെട്ടെന്ന്. ഇവര് ഭയങ്കര തുടക്കം, അയ്യോ ഞാൻ സംഭവമാക്കും, ഞാൻ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വരും. ഇനീഷ്യൽ എന്തൂസിയാസം, ആരംഭ ശൂരത്വം എന്ന് പറയുന്നതിനെ. ഇവര് ബിസിനസ്സിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. അവർ ആ സ്വഭാവം മാറ്റാൻ പറ്റുട്ടോ. രണ്ടാമത്തത് പ്രോക്രാസിനേഷനാണ്. പ്രതികാരം നമുക്ക് നാളെ അയക്കാലോ ചോദിക്കും. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് നാളെ തൊട്ട് ക്ലാസ്സിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 6 മണിയായി, ഇനിയിപ്പോ നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വർക്കൗട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഈ ക്ലാസ്സിൽ വരുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വൈ. സോ നമ്മൾ നിർത്തുകയാണ്. അതിന്റെ മുന്നേ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നു. വൈ യു ആർ ഡൂയിങ് ബിസിനസ്, വേർ ആർ യു ഗോയിങ് ആൻഡ് ഹൗ യു ആർ പ്ലാനിങ്. ചോദ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നാളത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനാക്കിക്കോ. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് തീരുമാനാക്കിക്കോ. എങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് തീരുമാനാക്കി. ഓക്കെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. ക്ലിയർ? എനി മോർ ക്വസ്റ്റ്യൻസ്, എനി മോർ ഡൗട്ട്സ്, എനി മോർ സജഷൻസ്? ആദ്യമായിട്ട് ക്ലാസ് വന്നവർ ആരെന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്കും കൂടി ഒരു എനർജി ആയിരുന്നു. വിമർശനാത്മകമായിട്ടുള്ള സംവാദങ്ങളാണ് നമുക്ക് താല്പര്യം. എൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് വിജയേട്ടൻ. എൻ്റെ എന്നല്ല, ഞാൻ പറയുന്ന എല്ലാറ്റിൻ്റെയും. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എനിബഡി? അപ്പൊ എന്നാ വിജയേട്ടാ, തെറ്റല്ലേ? കുഴപ്പമില്ലല്ലോ? അതൊരു ചർച്ച നടക്കട്ടെ എന്ന രീതി. അല്ല, എനിക്കറിയാം വിജയേട്ടന്റെ മനസ്സിൽ. വിജയേട്ടൻ എന്താ ചിന്തിക്കുന്നത് ഇവിടെ ഇരുന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ എന്നാ കാണാം എല്ലാരും. ഓക്കെ, നാളെ ഗ്രൂപ്പിൽ അഭിപ്രായങ്ങൾ എഴുതുന്നത് നന്നായിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാനും എല്ലാവർക്കും. ഓക്കെ, ശരി, താങ്ക് യു, ഗുഡ് മോർണിംഗ്.